ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോനകത്ത് വേപ്പർ പവർ സൈക്കിൾസിനെ കുറിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അതിലെ കാർനോട്ട് സൈക്കിൾ അത് ഐഡിയൽ സൈക്കിളാണ്, ദെൻ റാങ്കൈൻ സൈക്കിൾ. അപ്പോൾ അതിലെ ഒരു കേസ് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇനി റീജനറേറ്റീവ് സൈക്കിൾ, റീഹീറ്റ് സൈക്കിൾ, ഫീഡ് വാട്ടർ സൈക്കിൾ, ദെൻ ബൈനറി വേപ്പർ സൈക്കിൾ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റഡി ഫ്ലോ ഇക്വേഷൻസ് നോക്കാം. സോ ഇപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് മെയിൻലി പമ്പ്, ദെൻ ബോയിലർ, ടർബൈൻ, ദെൻ കണ്ടൻസർ. ഓക്കെ, ബോയിലർ, ടർബൈൻ, പമ്പ്, കണ്ടൻസർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇത് പറയേണ്ടതായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പമ്പിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അസംഷൻ കൈനറ്റിക് എനർജി 0 ആണ്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഇല്ല, അതുപോലെ തന്നെ എന്താണ് യൂണിറ്റ് മാസ്സാണ് എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, പമ്പിൻ്റെ നോക്കാം. അപ്പോൾ പമ്പിൻ്റെ എനർജി ഇക്വേഷൻ വരുന്നത് ഇപ്പോൾ H1 പ്ലസ് V1² പ്ലസ് Z1G പ്ലസ് Q ഇസ് ഈക്വൽ ടു H2 പ്ലസ് Z2G പ്ലസ് V2² പ്ലസ് W ആണ്. സോ ഇപ്പോൾ ഇതിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കൈനറ്റിക് എനർജി ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേം വേണ്ട. വരുന്നത് H1 Q, H2 W. സോ ഇപ്പോൾ പമ്പാണ്, ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല, അപ്പോൾ എന്താണ് Q0 ആണ്. സോ ഇപ്പോൾ എന്ത് വരും, H1 ഇസ് ഈക്വൽ ടു W. ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈക്വൽ ടു W പ്ലസ് H2 ആണ് വരുന്നത്. സോ അപ്പോൾ ഇതിൽ നിന്ന് W ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, H1 മൈനസ് H2 എന്ന് എഴുതാം. ദെൻ അതേപോലെ തന്നെ ഇനി നമുക്ക് TDS റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഇതിലെ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം അണ്ടർഗോ ലിറ്റിൽ ചേഞ്ച് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. സോ ഇപ്പോൾ പമ്പ് എന്താണ്, പമ്പ് ഒരു എനർജി, സോ ഇപ്പോൾ എനർജി എലിവേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ പ്രഷർ എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ WP എന്ന് പറയുമ്പോൾ H1 മൈനസ് H2 ആണ് വരുന്നത്. ദെൻ TDS റിലേഷൻ അറിയുമ്പോൾ എന്താണ് വരിക, DH മൈനസ് V DP എന്ന് വരും. സോ ഇതിൽ DS 0 ആണ്, ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, സോ DH ഈസ് ഈക്വൽ ടു VDP എന്ന് എഴുതാം നമുക്ക്. സോ ഇപ്പോൾ ഇതിനെ H1 മൈനസ് H2 ഈക്വൽ ടു നമുക്ക് V ഇൻറ്റു P1 മൈനസ് P2. അപ്പോൾ നമ്മൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. സോ അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് എന്താണ് അടുത്തൊരു ഡിവൈസ് നോക്കാം, നമുക്ക് ടർബൈൻ നോക്കാം. സോ ഇപ്പോൾ ടർബൈൻ എന്ന് പറയുമ്പോൾ എനർജി അബ്സോർബിങ് ഡിവൈസസ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും H1. ഇപ്പോൾ നമ്മൾ H1 എടുക്കുന്ന ഇന്നെന്ന് എടുത്താൽ മതി ഈ സൈഡിൽ, പ്ലസ് ദെൻ ഇവിടെ എന്താണ് ഹീറ്റ് ചേഞ്ച് ഒന്നും വരുന്നില്ല. ദെൻ W T എടുക്കാം പ്ലസ് H2. സോ ഇവിടെ എന്ത് വരും, H in മൈനസ് H ഔട്ട് ഈക്വൽ ടു WT. സോ ഇതെന്താണ്, ഇവിടെ വർക്ക് ഇൻപുട്ടാണ് പമ്പിൻ്റെ അകത്ത്, ഇവിടെ എന്താണ് വർക്ക് ഔട്ട്പുട്ടാണ് വരുന്നത്. ദെൻ നമുക്ക് എന്താണ് ബോയിലർ നോക്കാം. ഇപ്പോൾ ബോയിലർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹീറ്റ് അഡീഷന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ H in പ്ലസ് Q ഇസ് ഈക്വൽ ടു H2. ദെൻ ഇവിടെ വർക്ക് ഔട്ട്പുട്ട് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ഇൻട്രാക്ഷൻ ഒന്നും ഇല്ല. സോ നമുക്ക് എന്തെഴുതാം, ഇപ്പോൾ ഇവിടുത്തെ Q എന്ന് പറയുന്നത് എന്തായിരിക്കും, Q in ആണ് വരുന്നത്. Q in ഈക്വൽ ടു H ഔട്ട് മൈനസ് H in എന്ന് വരും. സോ ഇവിടുത്തെ എന്താണ് ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് സ്പെസിഫിക് എൻതാൽപ്പിയാണ്. ദെൻ ബോയിലർ
ടർബൈൻ. ഇനി വരുന്നത് കണ്ടൻസറാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് എച്ചിൻ, അതായത് ഇവിടെ -Q ആണ് എടുക്കുന്നത്. ഹീറ്റ് റിജക്ഷൻ ആണ് വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് എച്ച് ഔട്ടിന് എടുക്കാം. സോ ഇപ്പോൾ QR = നമുക്ക് എങ്ങനെ എഴുതാം? HIN - H out എന്ന് എഴുതാം. സോ ഇപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ജസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ. സോ അപ്പോൾ കൂളിംഗ് വാട്ടറിൻ്റെ ഹീറ്റ് ഗെയിൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് Q = mW × HW2 - HW1. സോ ഇപ്പോൾ ഇത് ഔട്ടാവും, ഇത് ഇന്നാണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? MW × CPW × TW out - TW in. ഓക്കെ, നമ്മുടെ MCP ∆T എന്നുള്ള ഇക്വേഷൻ. സോ ഇപ്പോൾ ഇതിലെ ഈക്വൽ ടു H1 - H, അതായത് HIN - H out എന്ന് എഴുതാം. സോ ഇപ്പോൾ ഇവിടെ ഹീറ്റ് ലോസ് ആണ് വരുന്നത്, അതായത് എന്താണ്, ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ലോസും ഇത് കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ഗെയിനും ആണ് വരുന്നത്. അപ്പോൾ ഇത് 2 ഇക്വേഷൻ വരുന്നുണ്ട്, ഇതിൽ ഹീറ്റ് ലോസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ 3 ഇക്വേഷൻ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മുടെ പമ്പ് വർക്ക്, ഓക്കെ, അതിൽ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? V ∆P ആയിരിക്കും, അല്ലെങ്കിൽ ∆H = V ∆P എന്ന് നമുക്ക് പറയാം. ഇനി സ്റ്റീം എൻജിൻ്റെ എഫിഷ്യൻസിയാണ്. സ്റ്റീം എൻജിൻ എഫിഷ്യൻസീസ്. സോ ഇപ്പോൾ നമുക്ക് അറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഫിഷ്യൻസി, അതായത് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഒക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ അത് ഈ ഒരു കേസിൽ എങ്ങനെയൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ അപ്പോൾ നമുക്ക് എൻജിനെ കുറിച്ച് അധികം എന്തില്ല പഠിക്കാനില്ല. നമുക്ക് ഈ ഒരു റാങ്കൈൻ സൈക്കിൾ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. സോ അപ്പം സപ്പോസ് എന്താണ്, ഈ ഇൻഡിക്കേറ്റഡ് പവറൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ബ്രേക്ക് പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ, സോ BP/IP. ദെൻ തെർമൽ എഫിഷ്യൻസി യൂസ്ഫുൾ വർക്ക് ബൈ ഹീറ്റ് സപ്ലൈഡ്, അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ് ആണ് ഇവിടുത്തെ യൂസ്ഫുൾ വർക്ക് എന്ന് പറയുന്നത്. സോ അത് തെർമൽ എഫിഷ്യൻസി. പിന്നെ വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി നോക്കാം. സോ അപ്പോൾ അത് ഇൻഡിക്കേറ്റഡ് പവർ ബൈ m dot into H1 - H2. Then പിന്നെ വരുന്നത് ഒരു നമ്മൾ SSC കാണുന്ന പോലെ SSC, അതായത് സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസിനെ 3600 എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ IP-നെ ഡിനോമിനേറ്ററിൻ്റെ താഴേക്ക് എടുക്കുക. സോ അപ്പോൾ m dot into 3600/IP എന്ന് വരും. സോ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരുന്നത്. സോ അപ്പോൾ ഈ SSC കാണാൻ എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കും. പിന്നെ വരുന്നത് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി. സോ അപ്പോൾ BP/m dot into ∆H. ദെൻ നമുക്ക് റിലേറ്റീവ് എഫിഷ്യൻസി. അപ്പോൾ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ടു റാങ്കൈൻ എഫിഷ്യൻസി ആണ് വരുന്നത്, ηIP/ηറാങ്കൈൻ. ദെൻ ഓവറോൾ എഫിഷ്യൻസി, അത് ബ്രേക്ക് വർക്ക് ഓർ നെറ്റ് ഔട്ട്പുട്ട് ബൈ ബോയിലർ ഇൻപുട്ട്. സോ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, റേഷ്യോ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് എൻജിൻ ടു ദി ഇൻപുട്ട് ഓഫ് ദി ബോയിലർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് BP/MF × CV. സോ ഇപ്പോൾ MF വരുന്നത് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ആണ് വരുന്നത്. ദെൻ CV കലോറിഫിക് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഫ്യൂവലിൻ്റെ കേസൊന്നും എന്തില്ല, നമുക്ക് ഇവിടെ അധികം പറഞ്ഞിട്ടില്ല. സോ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്താണ്, ഇതുപോലത്തെ നമുക്ക് ഇൻപുട്ട് IP തന്നിട്ടുണ്ട്, ബാക്കി എന്ത് ചെയ്യാൻ കാണാൻ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് സ്റ്റീം കൺസംഷൻ കാണാൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന ചില പ്രോബ്ലംസിൽ ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്ത് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ വർക്ക് റേഷ്യോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ W റേഷ്യോ = വർക്ക് റേഷ്യോ വരുന്നത് W ടർബൈൻ ഡിവൈഡഡ് ബൈ W നെറ്റ് ആണ് വരുന്നത്. W നെറ്റ് ഡിവൈഡ് ബൈ WT. ഓക്കെ, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ടർബൈൻ വർക്കാണ് വരുന്നത് വർക്ക് റേഷ്യോ എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ നമുക്ക് SSCനെ സ്പെസിഫിക് സ്റ്റീം കൺസംഷനെ നമുക്ക് എന്താണ് W net ഡിവൈഡഡ് ബൈ 3600 ബൈ W net എന്ന് എടുക്കാം. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആക്ച്വൽ വേപ്പർ സൈക്കിളിൻ്റെ പ്രോസസ്സൊക്കെ നോക്കാം. സോ ഇപ്പോൾ നമ്മളെപ്പോഴും എന്താണ് ഐഡിയൽ സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസും ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻസൊക്കെ എന്ത് ചെയ്ത് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കി പോകാം. ദ പ്രോസസ് ഓഫ് ആൻ ആക്ച്വൽ സൈക്കിൾ ഡിഫർ ഫ്രം ദോസ് ഓഫ് ഐഡിയൽ സൈക്കിൾ ഇൻ ആക്ച്വൽ കണ്ടീഷൻ മൈറ്റ് ബി ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഫിഗർ. സോ ഇപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വൽ കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും, ആക്ച്വൽ കേസസിൽ ഡിഫറെൻറ്റ് ലോസസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തിയററ്റിക്കലി പറയുന്ന എഫിഷ്യൻസി എന്തായാലും എന്തില്ല, ആക്ച്വൽ സൈക്കിളിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ആക്ച്വൽ പ്രോസസ്സിൽ നിന്ന് കിട്ടില്ല. where the work and heat quantities are measured values for actual cycle which are different from corresponding quantities of ideal cycle. സോ ഇപ്പോൾ വർക്ക് അതുപോലെ തന്നെ ഹീറ്റ് ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ് മെഷേർഡ് വാല്യൂ, അതായത് ആക്ച്വൽ കേസിലുള്ള മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐഡിയൽ കേസിൻ്റെക്കാളും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. തന്നെ ഇനി വരുന്നതിനകത്ത് ഡിഫറെൻറ്റ് ലോസസ് പറയുന്നുണ്ട്. സോ പൈപ്പിംഗ് ലോസ്, ടർബൈൻ ലോസ്, ദെൻ ഫ്രിക്ഷണൽ ലോസ്, പമ്പ് ലോസ്, കണ്ടൻസർ ലോസ്, ഇത്രയും ലോസസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ലോസസിനകത്ത് 2 ലോസ് വരുന്നത്, ഒന്ന് ഫ്രിക്ഷൻ ലോസ്, ദെൻ ഹീറ്റ് ലോസ് ടു സറൗണ്ടിങ്. സോ ഇപ്പോൾ ഈ ഒരു പ്രഷർ ഡ്രോപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ ലോസ്, ദെൻ ഹീറ്റ് ലോസ് ടു ദി സറൗണ്ടിങ്. സോ ഇപ്പോൾ ഫ്രിക്ഷൻ കാരണം എന്തുണ്ടായിരിക്കും, പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ എന്താണ് സറൗണ്ടിങ്ങിലേക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ഹീറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ് അതായത് ഐഡിയൽ സൈക്കിളിൽ നിന്ന് വരുന്ന കാൽക്കുലേഷനും അതായത് ആക്ച്വൽ സൈക്കിളിലെ മെഷർഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ഈ ഒരു ലോസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുക, ജസ്റ്റ് ഈ ഒരു ലൈൻ ഇല്ല. ഓക്കെ, സോ ഇപ്പോൾ ഇതിൽ ഈ ഒരു 1 സോ ഈ 1 ആൻഡ് 1 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. സോ ഇപ്പോൾ ഇതാണ് എന്ത്, ലീവിങ് ദി ടർബൈൻ, ദെൻ ദിസ് ഈസ് ദി എൻറ്ററിങ് ടു ബോയിൽ. ഈ 1 എന്ന് പറയുന്നത് അതാണ് ലീവിങ് ദി ബോയിലറിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നതാണ് എന്ത് ഈ ഒരു 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ടർബൈനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ ഒരു 1 ആണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ എന്താണ് ഇവിടെ എന്താണ് ഈ ഒരു പ്രഷർ ഡ്രോപ്പ്. ഓക്കെ, പ്രഷർ ഡ്രോപ്പാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൈപ്പിംഗ് ലോസ് ആണെന്ത് നമ്മളിവിടെ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു 1 to 1 വരുന്നത് ഇതാണെന്ത് ഇത് ഫ്രിക്ഷണൽ ലോസ് ആണ് വരുന്നത്. സോ ഇതെന്താണെന്ത്, ഇത് പ്രഷർ ഡ്രോപ്പാണ് കാണിക്കുന്നത്. ദെൻ അടുത്തത് 1 to 1 ഇതാണെന്ത് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് ലോസ്. ഓക്കെ, ഇത് സറൗണ്ടിങ്ങിലേക്കുള്ള ഹീറ്റ് ലോസ് ആണ് ഈ ഒരു 1 to 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇത് ഹീറ്റ് ലോസ് ആണ്. ദെൻ ഇതെന്താണ്, ഇത് ഫ്രിക്ഷണൽ ലോസ്. സോ പ്രഷർ ഡ്രോപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഈ 2 ലോസസ് ഉള്ളത് കൊണ്ട് എന്തായിരിക്കും, ബോത്ത് റെഡ്യൂസ് ദി അവൈലബിലിറ്റി ഓഫ് സ്റ്റീം എൻറ്ററിങ് ദി ടർബൈൻ. സോ ഇപ്പോൾ ഈ ഒരു ടർബൈനിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അതായത് ബോയിലറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ബോയിലറിലല്ല, ബോയിലറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഹീറ്റ് എനർജിയാണ് കൊടുക്കുന്നത്. ദെൻ പമ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ആ ഒരു ബോയിലറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ഇതും സ്റ്റീമും നമ്മുടെ ടർബൈൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന ആ ഒരു പൈപ്പിങ്ങിൽ വരുന്ന ലോസാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫ്രിക്ഷൻ ലോസ് വരും, ദെൻ ഹീറ്റ് ഡ്രോപ്പ് വരും. സോ ഇപ്പോൾ ഫ്രിക്ഷണൽ ലോസ് കൊണ്ട് എന്താ ഉണ്ടാവുക, അതിന് പ്രഷർ ഡ്രോപ്പ് സംഭവിക്കും. ദെൻ പിന്നെ വരുന്നത് സറൗണ്ടിങ്ങിലേക്കുള്ള ഹീറ്റ് ലോസ്, അപ്പോൾ അവിടെ ഹീറ്റ് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. സോ ഇപ്പം ഇത് രണ്ടും കൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ ടർബൈനിലേക്ക് വരുന്ന സ്റ്റീമിൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ അപ്പോൾ ഇതേപോലെ തന്നെ എന്താണ് ഇനി പമ്പ് ടു ബോയിലർ. ഓക്കെ, പമ്പും ബോയിലറും തമ്മിൽ എന്തുണ്ടായിരിക്കും, പൈപ്പിംഗ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഇതുപോലെ ഹീറ്റ് ലോസ് സംഭവിക്കില്ല, പ്രഷർ ഡ്രോപ്പ് സംഭവിക്കും. സോ ഇപ്പോൾ ഇങ്ങനെ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുന്നതുകൊണ്ട് എന്താണ്, അപ്പോൾ നമുക്ക് ഈ ഒരു ബോയിലറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഡിസൈഡ് എത്ര പ്രഷർ വേണമെന്നോ, അതായത് ബോയിലറിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര പ്രഷറുള്ള സ്റ്റീമാണോ പുറത്ത് വരുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, അതിനേക്കാളും ഹൈ പ്രഷറിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പമ്പിൽ നിന്ന് നമ്മൾ ബോയിലറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. So due to this pressure drop, the water entering the boiler must be pumped to much higher pressure than the desired steam pressure leaving the boiler, and this require additional pump work. So ഇപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് അഡീഷണൽ, സോ ഇപ്പോൾ ഹൈ പ്രഷർ, അതായത് നമുക്ക്
ബോയിലറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന എത്ര പ്രഷറാണോ അതിനേക്കാളും ഹൈ പ്രഷറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പമ്പിൽ നിന്ന് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം അതുകൊണ്ട് എന്താണ്, അഡീഷണൽ പമ്പ് വർക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഇനി വരുന്നത് ടർബൈൻ ലോസ് ആണ്. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ലോസ് പറഞ്ഞു. പൈപ്പിംഗ് ലോസ് എവിടെയൊക്കെയാണ്, നമ്മുടെ ബോയിലർ ടു ടർബൈൻ വരുന്നുണ്ട്, പമ്പ് ടു എന്ത് വരുന്നുണ്ട്, ബോയിലർ വരുന്നുണ്ട്. അപ്പോൾ അതിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പമ്പ് വർക്ക്. So due to this pressure drop, the water entering the boiler must be pumped to much higher pressure than the desired steam pressure leaving the boiler, and this require additional pump work. So ഇപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഇപ്പോൾ ഹൈ പ്രഷർ, അതായത് നമുക്ക് ബോയിലറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന എത്ര പ്രഷറാണോ അതിനേക്കാളും ഹൈ പ്രഷറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പമ്പിൽ നിന്ന് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ അതുകൊണ്ട് എന്താണ്, അഡീഷണൽ പമ്പ് വർക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഇനി വരുന്നത് ടർബൈൻ ലോസ് ആണ്. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ലോസ് പറഞ്ഞു. പൈപ്പിംഗ് ലോസ് എവിടെയൊക്കെയാണ്, നമ്മുടെ ബോയിലർ ടു ടർബൈൻ വരുന്നുണ്ട്, പമ്പ് ടു എന്ത് വരുന്നുണ്ട്, ബോയിലർ വരുന്നുണ്ട്. അപ്പോൾ അതിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പമ്പ് വർക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഹൈ പ്രഷർ, അതായത് ബോയിലറിൻ്റെ ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പമ്പിൽ നിന്ന്, അതായത് ഹൈ പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോയിലറിന് ഇൻപുട്ട് കൊടുക്കുന്നത്. then അടുത്തത് ലോസസ് ഇൻ ടർബൈൻ ദോസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രിക്ഷണൽ ഇഫക്റ്റ് ആൻഡ് ഹീറ്റ് ലോസ് ടു ദി സറൗണ്ടിങ്. ഇവിടെ എന്താണ്, ഫ്രിക്ഷണൽ ഇഫക്റ്റ് കാരണം അതേപോലെ തന്നെ ഹീറ്റ് ലോസ് ടു ദി സറൗണ്ടിങ് ആണ്. സോ ഇപ്പം നമ്മുടെ ഫ്ലോ എനർജി SFE വരുന്നത് H1 = H2 പ്ലസ് WT, അതായത് ടർബൈൻ വർക്ക് പ്ലസ് ഇവിടെ ഹീറ്റ് ലോസും കൂടി വരുന്നുണ്ട്. സോ ഇപ്പോൾ ടർബൈൻ വർക്ക് വരുമ്പോൾ ∆H മൈനസ് എന്ത് വരുന്നുണ്ട്, Q ലോസ്. സോ അപ്പോൾ നമ്മുടെ മെയിൻ ഔട്ട്പുട്ട്, അതായത് നമ്മൾ പമ്പ് വർക്ക് നെഗ്ലിജിബിൾ എന്ത് ചെയ്യുന്നത്, നെഗ്ലക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ വർക്ക് ഔട്ട്പുട്ട്, അതായത് നെറ്റ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ടർബൈൻ വർക്കായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഇപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഹീറ്റ് ലോസും കൂടി വരുന്നുണ്ട്. സോ എന്തായിരിക്കും, നമ്മുടെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. സോ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ 1 to 2s, ഓക്കെ, ഈ ഒരു ഐസെൻട്രോപിക് ലൈനാണ് എന്ത് ചെയ്യുന്നത്, ഐഡിയൽ കേസിനകത്ത് വരുന്നത്. ദെൻ ഇപ്പോൾ നമ്മുടെ ആക്ച്വൽ കേസിൽ വരുമ്പോൾ, സിൻസ് ആക്ച്വൽ വർക്ക് ടർബൈൻ ഈസ് ലെസ് ദാൻ ദ റിവേഴ്സിബിൾ ഐഡിയൽ വർക്ക് ഔട്ട്പുട്ട്, അപ്പോൾ ഈ ഒരു റിവേഴ്സിബിൾ ഐഡിയൽ വർക്ക് ഔട്ട്പുട്ടിനേക്കാളും എന്തായിരിക്കും, ലെസ് ആയിരിക്കും നമ്മുടെ എന്ത്, ആക്ച്വൽ കേസിലുള്ള വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ടർബൈൻ്റെ വർക്ക് ഔട്ട്പുട്ട് എന്ന് വരുന്നത്. സോ ഇതാണ് എന്ത്, H2 അല്ലെങ്കിൽ ആക്ച്വൽ പ്രോസസ്സിൻ്റെ ലൈനാണ് ഈ കാണിച്ചിട്ടുള്ളത്, 1 to 2 കാണിച്ചിട്ടുള്ളത്. ദെൻ സോ ഇപ്പോൾ ഇവിടുത്തെ ഈ H2 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, H2s ഗ്രേറ്റർ. സോ ഇപ്പോൾ ഇതാണ് എന്ത്, ഐസെൻട്രോപിക് ഹീറ്റ് ഡ്രോപ്പ് ലൈൻ, ഈ 1 to 2s വരുന്നത്. സോ ഇപ്പോൾ അതിനേക്കാളും ഹയർ ആയിരിക്കും എന്ത് പറയുന്നത്, ഈ ഒരു 1 to 2 വരുന്നത്. സോ ഇപ്പം 1 to 2 ഉള്ള ∆H 1 to 2s ഉള്ള ∆H എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ എന്തായിരിക്കും, സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും. ദെൻ ഇഫ് ദർ ഈസ് എ ഹീറ്റ് ലോസ് ടു ദ സറൗണ്ടിങ്, H2 വിൽ ഡിക്രീസ്. സോ ഇപ്പോൾ H2 എന്തായിരിക്കും, H2 ഡിക്രീസ് ചെയ്യും. സോ ഇപ്പം accompanied by a decrease in entropy, അതിൻ്റെ കൂടെ എന്ത് സംഭവിക്കും, എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ ഹീറ്റ് ലോസ് ഈസ് ലാർജ് ദ n state of steam from turbine may be 2'. സോ ഇവിടെ ഹീറ്റ് ലോസ് ഉള്ള കേസിലാണെങ്കിൽ എന്തായിരിക്കും, 1 to 2' ആയിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു ടർബൈൻ്റെ ഔട്ട്പുട്ടിലുള്ള സ്റ്റീമിൻ്റെ സ്റ്റേറ്റ് വരുന്നത്. സോ ഇപ്പോൾ സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ലോസ് കാരണം എന്താണ്, എൻട്രോപ്പി ഡിക്രീസ് ഉണ്ടെങ്കിൽ ആ ഒരു എൻട്രോപ്പി ഡിക്രീസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻട്രോപ്പി ചേഞ്ച് ഇതിനകത്ത് ഒക്കർ ചെയ്യുന്നത്. ദെൻ ദി ഫൈനൽ എൻട്രോപ്പി ഓഫ് സ്റ്റീം ഇൻ എക്സ്പാൻഷൻ പ്രോസസ് ആർ ഈക്വൽ. സോ ഇപ്പോൾ ഇനീഷ്യലും ഫൈനൽ എൻട്രോപ്പി എന്തായിരിക്കും, ഈ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സിൽ ഈക്വൽ ആയിരിക്കും. ബട്ട് ദി എക്സ്പാൻഷൻ ഈസ് നൈദർ അഡിയാബാറ്റിക് നോ റിവേഴ്സിബിൾ. സോ ഇപ്പോൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സൊന്നും ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ കേസിനകത്ത് നടക്കുന്നത്. Except for very small turbine, heat loss from turbine is generally negligible. The isentropic efficiency. So ഇപ്പോൾ ഇവിടെ ഐസെൻട്രോപിക് എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട്, H1 - H2 by H1 - H2s. സോ ഇത് നമുക്ക് എന്ത് പറയാം, ആക്ച്വൽ ബൈ ഐസെൻട്രോപിക് ഹീറ്റ് ഡ്രോപ്പ് എന്ന് പറയാം. സോ ഇപ്പം നമുക്ക് ടർബൈൻ എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രോബ്ലത്തിൽ തരും. സോ അപ്പോൾ അതാണ് എന്ത്, ആക്ച്വൽ വർക്ക് ഓഫ് ടർബൈൻ ഡിവൈഡഡ് ബൈ ഐസെൻട്രോപിക് വർക്ക്, അല്ലെങ്കിൽ ഐസെൻട്രോപിക് എന്താൽപി
ഹീറ്റ് ഡ്രോപ്പ് ആണ് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് എൻതാൽപ്പി ഡ്രോപ്പാണ് എന്ത് തന്നിട്ടുള്ളത് H1 - H2S എന്ന് പറഞ്ഞിട്ട്. ദെൻ H1 - H2 എന്ന് പറയുന്നത് എന്ത് ആക്ച്വൽ കേസിലുള്ള ഹീറ്റ് ഡ്രോപ്പ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വരുന്നത് അല്ലെങ്കിൽ ടർബൈൻ വർക്ക് വരുന്നത്. ദെൻ അടുത്തത് പമ്പ് ലോസ് ആണ്. ദ ലോസ് ഇൻ ദ പമ്പ് ആർ സിമിലർ ടു ദോസ് ഓഫ് ടർബൈൻ ആൻഡ് ആർ പ്രൈമർലി ഡ്യൂ ടു irreversibility associated with fluid friction. Heat transfer is usually negligible. സോ അപ്പോൾ ടർബൈനിനെ സിമിലർ ആയിട്ടുള്ള ലോസസ് തന്നെയാണ് പമ്പ് ലോസ്. അവിടെ എന്താ പറഞ്ഞാൽ നമ്മൾ ഫ്രിക്ഷണൽ ലോസും സറൗണ്ടിങ്ങിലേക്കുള്ള ഹീറ്റ് ഡ്രോപ്പാണ് പറഞ്ഞത്. ദെൻ ഇവിടെ എന്താണ് അത് തന്നെയാണ് സിമിലർ ആണെന്ന് പറയുന്നത്. ദെൻ പ്രൈമർലി ഡ്യൂ ടു ഇറിവേഴ്സിബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. സോ ഇപ്പം ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കാരണമുള്ള റിവേഴ്സിബിലിറ്റി അസോസിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പമ്പിംഗ് ലോസ് മെയിൻലി വരുന്നത്. ഈ ട്രാൻസ്ഫർ എന്താണ് നെഗ്ലിജിബിൾ ആണ്. സോ പമ്പ് എഫിഷ്യൻസി വരുന്നത് P = H4S - H3 ബൈ പമ്പ് വർക്ക്. സോ ഇപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ആക്ച്വൽ പമ്പ് വർക്ക് വരുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഇതും എന്താണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ടർബൈൻ്റെ കേസിലാണെങ്കിൽ ആക്ച്വൽ വർക്ക് വരുന്നത് ന്യൂമറേറ്ററിലാണ്. നമ്മുടെ 3 എന്ന് പറയുന്ന പോയിന്റ് ഇതും 4 എന്ന് പറയുന്ന പോയിന്റ് ഇതുമാണ്. സോ ഇപ്പം ഈ ഒരു ലൈൻ ഓക്കെ. സോ ഇതെന്താണ് ഇതൊരു ഐസെൻട്രോപ്പിക് ലൈൻ എന്നല്ല നമുക്ക് തന്നിട്ടുള്ളത്. സോ ലോസസ് ഉള്ളത് കൊണ്ട് എന്താണ് പമ്പ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇപ്പോൾ H4 - H3 ആയിരിക്കും ഗ്രേറ്റർ വരുന്നത്. H4S - H3 ഇതോ ഈ 4S എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. 4S - H3 അതായത് എന്തായിരിക്കും സ്മോൾ ആയിരിക്കും. ഇനി വരുന്നത് കണ്ടൻസർ ലോസ് ആണ്. ലോസസ് ഇൻ കണ്ടൻസർ ആർ യൂഷ്വലി സ്മോൾ. ദീസ് ഇൻക്ലൂഡ് ദ ലോസ് ഓഫ് പ്രഷർ ആൻഡ് കൂളിംഗ് ഓഫ് കണ്ടൻസേറ്റ് ബിലോ ദി സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ വരുന്ന എന്താണ് ലോസ് ഓഫ് പ്രഷർ, ദെൻ കൂളിംഗ് ഓഫ് കണ്ടൻസേറ്റ് ബിലോ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചറിൻ്റെ എന്താണ് ബിലോ ടെമ്പറേച്ചറിൽ കണ്ടൻസേറ്റിനെ കൂൾ ചെയ്യുമ്പോൾ ഉള്ള എന്താണ് ലോസ് ഒന്ന്, പിന്നെ പ്രഷർ ലോസ്. ഇതാണ് എന്ത് ചെയ്യുന്നത് കണ്ടൻസർ ലോസസ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ടൈപ്സ് ഓഫ് ലോസസ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് പൈപ്പിംഗ് ലോസ് ആണ്. പൈപ്പിംഗ് ലോസ് എങ്ങനെയാണ് നമ്മുടെ പമ്പ് മുതൽ ബോയിലർ വരെ, ബോയിലർ ടു ടർബൈൻ. അപ്പോൾ അതിൽ ഹീറ്റ് ഡ്രോപ്പ് വരും. ദെൻ സറൗണ്ടിങ്ങിലേക്കുള്ള ഹീറ്റ് ഡ്രോപ്പ്. ദെൻ വരുന്നത് പ്രഷർ ഡ്രോപ്പാണ് ഫ്രിക്ഷൻ കാരണം. പിന്നെ വരുന്നത് ഇപ്പോൾ ടർബൈൻ ലോസ് ആണ്. സോ അപ്പോൾ അതിനകത്ത് എന്താണ് ആക്ച്വൽ കേസിൽ ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ എന്താണ് ഈ ഒരു എൻട്രോപ്പി ലോസ് കാരണം എന്താണ് എൻട്രോപ്പി ലോസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അതുകൊണ്ട് എന്തായിരിക്കും ടർബൈനിലെ വർക്ക് ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് ലെസ്സർ ആയിരിക്കും ഐസെൻട്രോപ്പിക് വർക്കിനേക്കാളും. ഇതിനടുത്തത് പമ്പിംഗ് ലോസ് ആണ്. പമ്പിംഗ് ലോസിനകത്ത് വരുന്നത് എന്താണ് ഇവിടെ എന്താണ് ഈ സറൗണ്ടിങ്ങിലേക്കുള്ള ഹീറ്റ് ലോസ്. ദെൻ നമ്മൾ പമ്പിൻ്റെ കേസിൽ എന്താണ് ഹീറ്റ് അഡീഷനോ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷനോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ വരുന്നത് എന്തായിരിക്കും മെയിൻലി റിവേഴ്സിബിലിറ്റി കാരണം പ്രഷർ ഇവിടെ ടർബൈന് സിമിലർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതായത് എന്താണ് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും പമ്പ് എന്ത് ചെയ്യേണ്ടി വരും ആക്ച്വൽ കേസിൽ മോർ വർക്ക് ഇൻപുട്ട് എടുക്കേണ്ടി വരും. സോ അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത് പമ്പ് എഫിഷ്യൻസി P = H4S - H3 ബൈ WP. ഈ WP എന്ന് പറയുന്നത് ആക്ച്വൽ വർക്കാണ്. സോ അപ്പോൾ ഈ രണ്ട് കേസ് എന്ത് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്ത് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ വരും. പിന്നെ വരുന്നത് കണ്ടൻസർ ലോസ് ആണ്. സോ ഇപ്പോൾ എന്താണ് ഇതിനകത്ത് പ്രഷർ ലോസും പിന്നെന്താണ് സാച്ചുറേഷൻ ടെമ്പറേച്ചറിൻ്റെ ബിലോ ടെമ്പറേച്ചറിൽ കണ്ടൻസേറ്റിനെ കൂൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ്. 2 ലോസാണ് കൂടെ പറയുന്നത്. ഇനി വരുന്നത് കമ്പാരിസൺ ഓഫ് റാങ്കൈൻ സൈക്കിൾ ആൻഡ് കാർനോട്ട് സൈക്കിൾ ആണ്. സോ അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓൾദോ കാർനോട്ട് സൈക്കിൾ ഹാസ് മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ഫോർ എ ഗിവൺ ലിമിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പവർ പ്ലാന്റ് ഷോസ് റാങ്കൈൻ കാർനോട്ട് സൈക്കിൾ. അപ്പോൾ എന്താണ് നമ്മൾ എല്ലാ കേസിലും പറയുന്നത് പോലെ അതായത് കാർനോട്ട് സൈക്കിൾ നമ്മൾ എന്താണ് ഇവിടെ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിൻ്റെ കേസിലായാലും IC എഞ്ചിൻ്റെ കേസിലായാലും ഇപ്പോൾ റെഫ്രിജറൻറ്റിൻ്റെ കേസിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഇതൊരു ഐഡിയൽ സൈക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഈ ഒരു കാർനോട്ട് സൈക്കിളിൽ എങ്ങനെയാണ് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് വർക്കിംഗ് ഫ്ലോയുടെ എന്ത് ചെയ്യും കണ്ടിന്യൂസ്ലി സ്റ്റേറ്റ് എക്സ്പാൻഷൻ കംപ്രഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് മെയിൻലി അതിനകത്ത് ഒക്കെ പറയുന്നത് ഹീറ്റ് അഡീഷൻ ഹീറ്റ് റിജക്ഷൻ. സോ അപ്പോൾ അതൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വൽ കേസിൽ എന്ത് ചെയ്തില്ല ഇത് പോസിബിൾ അല്ല.
ബട്ട് നമ്മൾ എന്താണ് ഒരു ഹയർ അതായത് മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ഇൻ ബിറ്റ്വീൻ ടു ടെമ്പറേച്ചർ, അതായത് സോഴ്സ് ടെമ്പറേച്ചർ സിങ്ക് ടെമ്പറേച്ചറിൻ്റെ ഇൻ ബിറ്റ്വീൻ വർക്ക് ചെയ്യാവുന്ന മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ഉള്ളൊരു സൈക്കിളായിട്ടാണ് നമ്മൾ കാർനോട്ട് സൈക്കിളിനെ എടുക്കുന്നത്. സോ ഇപ്പോൾ ജസ്റ്റ് പറയാം, അതായത് കാർനോട്ട് സൈക്കിളിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും എഫിഷ്യൻസി ഉള്ളൊരു സൈക്കിൾ എന്ന് പറയാനേ പറ്റുള്ളൂ. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ദെൻ the reversible adiabatic expansion in turbine, constant pressure heat rejection in condenser and reversible adiabatic compression in pump. സോ ഇപ്പോൾ ഇതാണ് 3 ഫിഗേഴ്സ് തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ടർബൈൻ വർക്ക് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കണ്ടൻസറിലെ എക്സ്പാൻഷൻ, so isentropic in expansion in the turbine, then constant pressure heat rejection in the condenser and the reversible adiabatic compression in pump, so isentropic compression in pump. ഈ 3 എന്താണ് റാങ്കൈൻ സൈക്കിളിനും അതേപോലെ തന്നെ കാർനോട്ട് സൈക്കിളിനും സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് 3 കേസിലും എന്താണ് ഈ 3 പ്രോസസ്സ്, അതായത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, ദെൻ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ഇൻ ദ കണ്ടൻസർ, ദെൻ ദി ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് ഇൻ ദി പമ്പ്. അതെന്താണ് 2 സൈക്കിളിലും ഈ 3 പ്രോസസ്സും സിമിലർ ആണ്. ബട്ട് whereas the heat addition process in Rankine cycle is reversible at constant pressure and in the Carnot cycle it is reversible and isothermal. സോ ഇപ്പോൾ കാർനോട്ട് സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ എന്താണ് കാർനോട്ട് സൈക്കിളിലെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിവേഴ്സിബിൾ ആൻഡ് ഐസോതെർമൽ പ്രോസസ്സാണ് വരുന്നത് കാർനോട്ട് സൈക്കിളിൽ. ദെൻ റാങ്കൈൻ സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ് റിവേഴ്സിബിൾ ആണ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ Q1 എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിൾ, അതായത് Q ഇൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കാർനോട്ട് സൈക്കിളിൽ ഹയർ ആയിരിക്കും. സോ നമ്മുടെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും, 1 - Q ഔട്ട് ബൈ Q ഇൻ ആയിരിക്കും. സോ Q ഇൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു പാർട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇത് ഡിനോമിനേറ്റർ ആണ്, ഇത് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കും, ഈ ഒരു ടേം ഡിക്രീസ് ചെയ്യും. സോ ഇപ്പോൾ ഈ എഫിഷ്യൻസി എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കാർനോട്ട് എഫിഷ്യൻസി ആണ് എന്ത് ചെയ്യുന്നത്, റാങ്കൈൻ എഫിഷ്യൻസിനേക്കാളും ഹയർ ആയിട്ട് വരുന്നത്. ഈ 2 ഫിഗർ നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ TDS ആണ് എന്ത് വരുന്നത്, ഹീറ്റ് അഡീഷനോ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷനോ വരുന്നത്. സോ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, ഈ 2 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഈ 2 കേസിൽ എന്താണ് കാർനോട്ട് എഫിഷ്യൻസി ആണ് എന്ത് ചെയ്യുന്നത്, ഹയർ ആയിട്ട് നിൽക്കുന്നത്. സോ ഇപ്പോൾ ഇതിൽ 2ൽ എന്താണ് സെയിം എഫിഷ്യൻസി വരുന്നത്. ഇനി ഒരു 3 സൈക്കിൾ എടുത്ത് നോക്കുക. അപ്പോൾ ഇതിലെന്താണ്, ബട്ട് ദ കാർനോട്ട് കനോട്ട് ബി റിയലൈസ്ഡ് ഇൻ പ്രാക്ടീസ് ബിക്കോസ് ദ പമ്പ് വർക്ക് ഇൻ ഓൾ 3 സൈക്കിൾസ് A, B and C ആർ വെരി ലാർജ്. സോ ഇപ്പോൾ 3 കേസിലും എന്താണ് പമ്പ് വർക്ക് എന്ന് പറയുന്നത് ലാർജ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, പമ്പ് വർക്ക് ഹൈ ആയതുകൊണ്ട് എന്ത് ചെയ്യല്ല, ഈ ഒരു കാർനോട്ട് സൈക്കിൾ പോസിബിൾ അല്ല. അതേപോലെ തന്നെ എന്താണ് ഇനി എയും സിയും എടുക്കുക. എയും സിയും എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഹാഡ് അറ്റ് ഇൻഫൈനിറ്റ് പ്രഷർ ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഫ്രം 4C ടു സ്റ്റേറ്റ് 1. സോ ഇപ്പോൾ ഈ ഒരു 4C മുതൽ സ്റ്റേറ്റ് 1 വരെ എന്താണ് ഇൻഫിനിറ്റ് പ്രഷർ ഡിഫറൻസിലും അതേപോലെ തന്നെ എന്താണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും ഹീറ്റ് അഡീഷൻ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ ഇപ്പോൾ ഒന്നെന്താണ് ഹൈ പ്രഷർ വർക്ക് വേണം, WP ഹൈ ആണ്, ദെൻ എന്താണ് ഇൻഫിനിറ്റ് പ്രഷർ ഡിഫറൻസിലും ദെൻ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ക്വാളിറ്റി അറ്റ് 3C ആണ് 4C to 1 എന്ന് പറയുന്നത് എന്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഹീറ്റ് അഡീഷൻ വരുന്നത്. സോ ഇപ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു വേസ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദി ക്വാളിറ്റി അറ്റ് 3C so that isentropic compression lead to saturated liquid state. സോ ഇപ്പോൾ എന്താണ് ഇവിടെ 3C എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു സ്റ്റീമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ ഈ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ് എന്ത് ചെയ്യും, വിച്ച് ലീഡ്സ് ടു സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ്. എന്താണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ്, ഇതാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ വരുന്നത്. ആ ഒരു സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, ലീഡ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇപ്പോൾ കാർനോട്ട് അതായത് ഇവിടെ എന്താണ് ഇതാണ് ഐസെൻട്രോപ്പിക് ലൈൻ എന്ന് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കാർനോട്ടിൻ്റെ 3 ലിമിറ്റേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു, ഇൻഫിനിറ്റ് ഡിഫറൻസ്, അതായത് ഇൻഫിനിറ്റ് പ്രഷർ ഡിഫറൻസിലും അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും ഹീറ്റ് അഡീഷൻ ഇമ്പോസിബിൾ ആണ്.
ദെൻ നമുക്ക് എന്താണ് സ്റ്റീമിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും ലീഡ് ചെയ്യും. ഇതിനടുത്ത് പിന്നെ പറയുന്നത് എന്താണ്, പമ്പ് വർക്ക് എന്താണ് ലാർജാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ് ലിമിറ്റേഷൻ ഓഫ് കാർനോട്ട് സൈക്കിൾ. അതെന്താണ് വെറ്റ് വേപ്പറിന് ഐസെൻട്രോപ്പിക്കലി ടു ദി കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടു ദി സാച്ചുറേറ്റഡ് സ്റ്റേറ്റ്. ദെൻ അടുത്തത് കൺട്രോൾ കമ്മിങ് ഔട്ട് ഓഫ് ദി കണ്ടൻസർ. ദെൻ എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ. സോ ഇപ്പോൾ ഇൻഫിനിറ്റ് പ്രഷറിലും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും ഹീറ്റ് അഡീഷൻ ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ പറയുന്നത് എന്താണ്, എഫിഷ്യൻസി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, T1 ടെമ്പറേച്ചർ ആണ്. സോ ഇപ്പോൾ T2 എന്താണ് ഫിക്സഡ് ആണ്, സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ദെൻ സിൻസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം എന്താണ് 374 ആണ്. ദെർഫോർ ദ സൈക്കിൾ ടു ബി ഓപ്പറേറ്റഡ് ഇൻ ദി വെറ്റ് റീജിയൻ ദ മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഈസ് സിവിയർ ലിമിറ്റഡ്. സോ അപ്പോൾ എന്താണ് വെറ്റ് റീജിയനിൽ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. അതേപോലെ അടുത്തൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് എന്താണ്, നെസസിറ്റി ടു സപ്ലൈ സൂപ്പർ ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻസ്റ്റെഡ് ഓഫ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിന് ഇൻസ്റ്റഡ് ആയിട്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം വേണ്ടി ഇതിനകത്ത് സൂപ്പർ ഹീറ്റ്, അതായത് ഹീറ്റ് അഡീഷൻ നടത്തേണ്ടുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് എന്താണ് അതൊരു ഡിഫിക്കൽട്ടിയാണ്. ഇനി നമുക്ക് മെയിൻ ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ നോക്കാം. ഇൻ റാങ്കൈൻ സൈക്കിൾ ഹീറ്റ് ഈസ് ആഡഡ് റിവേഴ്സിബിളി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ബട്ട് ഇൻ, അതായത് റാങ്കൈൻ സൈക്കിളിൽ എന്താണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്, ദെൻ റിവേഴ്സിബിളി ആണ്. ബട്ട് അറ്റ് ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ ഇഫ് Tm ഈസ് എ മെയിൻ ടെമ്പറേച്ചർ ഓഫ് ദി ഹീറ്റ് അഡീഷൻ. സോ ഇപ്പോൾ ഇവിടെ Tm എന്താണെന്നാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് Tm, അതായത് മെയിൻ ടെമ്പറേച്ചർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 5 to 6 എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. സോ നമ്മുടെ ഹീറ്റ് അഡീഷൻ വരുന്നത് Q1 = H1 - 4s, ദാറ്റ് ഈസ് 1 - ഈ ഒരു പോയിന്റ് 4s എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് വിച്ച് ഈസ് ഈക്വൽ ടു Tm1 × S1 - S4s ആണ്. സോ എന്താണ് ഈ രണ്ട് പോയിന്റ്, ഓക്കെ, ഇത് 1ഉം ഇത് 4s. ഇവിടുത്തെ എന്താണ് എൻട്രോപ്പി ചേഞ്ച് ആണ് കാണിച്ചിട്ടുള്ളത്. സോ അപ്പോൾ എന്താ നമുക്ക് Tm1 × S1 - S4s എന്ന് എടുക്കാം. സോ അപ്പോൾ Tm1 = നമുക്ക് H1 - 4s H4s / S1 - S4s എന്ന് എടുക്കാം. then ഇനി എന്താണ് ഹീറ്റ് റിജക്ഷൻ കാണിച്ചിട്ടുള്ളത് T2. So this is the temperature T2 line, T2 temperature line. Then what the entropy change എന്ന് പറയുന്നതും സെയിം ലൈൻ തന്നെയാണ്, കോൺസ്റ്റന്റ് എൻട്രോപ്പിക് പ്രോസസ്സാണ്. രണ്ട് കോൺസ്റ്റന്റ് എൻട്രോപ്പിക് പ്രോസസ്സാണ് വരുന്നത്. S1 - S4s തന്നെയാണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് എഫിഷ്യൻസി വരുമ്പോൾ ഈ റാങ്കൈൻ എഫിഷ്യൻസി 1 - Q2/Q1 = 1 - T2 × S1 - S4s / Tm1 × S1 - S4s എന്ന് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സിമിലർ ടേമാണ്, ക്യാൻസൽ ചെയ്യാം ഈ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ 1 - T2/Tm1 എന്ന് വരും. സോ ഇപ്പോൾ T2 is the temperature of heat rejection. The lower temperature for a given Tm1 will be higher the efficiency of the Rankine cycle. But the practicable temperature of heat rejection is the temperature of surrounding T0 is being fixed. So ഇപ്പോൾ ഇതിൽ T1 എന്ന് പറയുന്നത് ഈ ഒരു എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, T2 ഫിക്സഡ് ആണ്. സോ ഇപ്പോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മീൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. സോ ഇപ്പോൾ ഇതിൽ ഈ T2 എന്താണ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ അതായത് അത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് Tm1. So the Rankine efficiency is a function of Tm1 only. The higher the mean temperature of the heat addition, higher will be the cycle efficiency. ഇപ്പോൾ മീൻ ടെമ്പറേച്ചർ ഹൈ ആവുന്നോ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നോ അത്രയും എന്തായിരിക്കും എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ കൺട്രോളിംഗ് പാരാമീറ്റർ, അതായത് ഈ ഒരു കേസിലെ കൺട്രോളിംഗ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, Tm1 ആണ്. അതായത് മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസിലെ നമ്മുടെ കൺട്രോളിംഗ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് Tm1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കാം. സോ ഇപ്പോൾ നമുക്ക് നമ്മളൊരു സൈക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാർനോട്ട് സൈക്കിൾ എടുത്തു, എന്താണ് ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൈക്കിളാണ് എടുത്തത്. റാങ്കൈൻ സൈക്കിൾ എടുത്തു, അതായത് പോസിബിൾ ആക്ച്വൽ പ്രാക്ടീസിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു സൈക്കിൾ എടുത്തു. ദെൻ ഇനി എന്ത് ചെയ്യണം, നമുക്കതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. അതാണ് അടുത്തൊരു. സോ എങ്ങനെയൊക്കെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ T2 എന്താണ്, T2 അൺകൺട്രോളബിൾ ആണ്, അതായത് ഫിക്സഡ് ആണ്, ഓക്കെ, സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്. പിന്നെ വരുന്നത് Tm1 ആണ്. അപ്പോൾ നമുക്ക് Tm1 എന്ത് ചെയ്യാൻ പറ്റും, Tm1 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. സോ ഇപ്പോൾ നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ദ എഫക്ട് ഓഫ് ഇൻക്രീസിങ് ഇനീഷ്യൽ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓൺ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഷോൺ. സോ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു
ഇൻക്രീസിങ് എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. സോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ് ഈ ഒരു 1 ന്ന് 1' നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. വെൻ ഇനീഷ്യൽ സ്റ്റേജ് ചേഞ്ചസ് ഫ്രം 1 to 1 Tm1 between 1 and 1' is higher than Tm1 between 4s and 1. സോ ഇപ്പോൾ 1 and 4s ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഓക്കെ, ഈ രണ്ട് പോയിന്റ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന മീൻ ടെമ്പറേച്ചറിനേക്കാളും ഹയർ ആയിരിക്കും ഈ ഒരു 1'ൻ്റെയും 1നും ഇൻ ബിറ്റ്വീൻ വരുന്ന മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, so the increase in superheat at constant pressure increase the mean temperature of heat addition and hence the cycle efficiency. So അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, so an increase in superheat at constant pressure increase mean temperature of heat addition and hence the cycle efficiency. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഹീറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ഹീറ്റ് അതായത് ഇൻക്രീസ് ഇൻ ദ സൂപ്പർ ഹീറ്റ്. ഓക്കെ, സൂപ്പർ ഹീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹീറ്റ് അഡീഷൻ ആണ്. ഓക്കെ, ആ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹീറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക. അപ്പം എന്ത് സംഭവിക്കും, മെയിൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ സൈക്കിൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ദെൻ ദ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈസ് ഫിക്സഡ് ഫ്രം മെറ്റലർജിക്കൽ കൺസിഡറേഷൻ. സോ ഇപ്പോൾ ഈ ഒരു മാക്സിമം ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ക്യാൻ ബി യൂസ്ഡ്, നമുക്കിവിടെ T1 എന്ന് പറയുന്നത് ആ ഒരു മാക്സിമം ടെമ്പറേച്ചർ എന്താണ്, അതും ഫിക്സഡ് ആണ്. ഓക്കെ, ഫ്രം ദി മെറ്റലർജിക്കൽ കൺസിഡറേഷൻ. സോ the material used for manufacture of the component then are subject to high pressure, high temperature, steam like superheater, valve, pipeline, inlet stage of turbine. ഓക്കെ, അപ്പോൾ മെറ്റലർജിക്കൽ കൺസിഡറേഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ ഒരു ഇൻപുട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ നേരത്തെ എടുത്ത ഇൻലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, അതും ഫിക്സഡ് ആണ്. when the maximum temperature is fixed the operating system steam pressure at which the heat added in the boiler increases from P1 to P2. സോ ഇപ്പോൾ എന്താണ്, ടെമ്പറേച്ചർ ഫിക്സഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇൻലെറ്റ് പ്രഷർ അല്ലെങ്കിൽ ഇൻപുട്ട് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, P1 നിന്ന് P2ലേക്ക് ഇൻക്രീസ് ചെയ്യും. ദ മീൻ ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ ഇൻക്രീസസ് ഇൻ Tm1 between 7s and 5s is higher than the between 4s and 4. സോ ഇപ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, ഈ ഒരു നമ്മുടെ ഈ ഒരു കംപ്രഷൻ പ്രോസസ്സിൻ്റെ ഈ ഒരു ലൈൻ എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്യും. സോ ഇപ്പോൾ ഈ ഒരു 7s-ഉം 5-ൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന മീൻ ടെമ്പറേച്ചർ ലൈനും 4s-നും 1-നും ഇൻ ബിറ്റ്വീൻ വരുന്ന മീൻ ടെമ്പറേച്ചർ ലൈനും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. സോ ഇപ്പോൾ 5-നും 7s-നും വരുന്നതായിരിക്കും എന്ത് വരുന്നത്, ഹൈ വരുന്നത്, Tm ഹൈ ആയിട്ട്, അതായത് മീൻ ടെമ്പറേച്ചർ ലൈൻ ഹൈ ആയിട്ട് വരുന്നത്. ബട്ട് വെൻ ദ ടർബൈൻ ഇൻലെറ്റ് പ്രഷർ ഇൻക്രീസസ് ഫ്രം P1 to P2. സോ ഇപ്പോൾ ഈ ഒരു ഇൻലെറ്റ് ടെമ്പറേച്ചർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. The ideal expansion line shift to the left and the moisture content of the turbine exhaust increases. സോ ഇപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഐഡിയൽ എക്സ്പാൻഷൻ ലൈൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, 1 to 5 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷിഫ്റ്റ് വരുന്നത്. സോ ഇപ്പോൾ എന്ത് ചെയ്യും, ഇതാണ് എന്ത്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ, ദിസ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, ഇൻ ബിറ്റ്വീൻ എന്താണ്, ലിക്വിഡ് പ്ലസ് വേപ്പർ സ്റ്റേറ്റ് ആണ് ഇരിക്കുന്നത്. സോ ഇപ്പം ഈ ഒരു ഈ ഒരു ലൈനിലാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം മോയ്സ്ചർ കണ്ടൻറ്റ് കുറവ്. ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. സോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു 2s-ന്ന് 6s-ലേക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ എക്സ്പാൻഷൻ ലൈൻ ഷിഫ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ മോയ്സ്ചർ അത്രയും എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ സ്റ്റീം ഇൻ ദ ലാർജ് ലേറ്റർ സ്റ്റേജ് ഓഫ് ടർബൈൻ ഈസ് ഹയർ. ദി entertained water particles along with the vapor coming out from nozzle with a high velocity strike the blade and erode their surface. സോ ഇപ്പോൾ എന്താണ്, സ്റ്റീമിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വാട്ടർ, അതായത് മോർ വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടർബൈനിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ടർബൈനിലല്ല, നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന എവിടെയാണ്, ബോയിലറിലാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കുന്നത്. സോ ഇപ്പോൾ നോസിലിൻ്റെ ഔട്ട്പുട്ട്, നോസിലിൻ്റെ പുറത്ത് വരുന്നത് എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും, അതായത് വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഈ ഒരു നോസിലിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ഇപ്പോൾ എന്ത് സംഭവിക്കും, ടർബൈൻ്റെ ബ്ലേഡ്സിൽ ഹൈ വെലോസിറ്റിയിൽ ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് വന്നു, അതായത് വേപ്പറിന് പകരം സ്റ്റീമിന് പകരം എന്താണ്, മോർ വാട്ടർ വന്നിട്ട് ബ്ലേഡിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇറോഷൻ സംഭവിക്കും. സോ ഇപ്പോൾ ലോങ്ങിറ്റിറ്റ്യൂഡ് ഓഫ് ദ ബ്ലേഡ് ഡിക്രീസ് ഫ്രം കൺസിഡറേഷൻ ഓഫ് ഇറോഷൻ ഓഫ് ബ്ലേഡ് in later stage the turbine maximum moisture content at
the turbine exhaust is not allowed to exceed 15%. സോ അപ്പോൾ നമ്മൾ ബ്ലേഡ് ഇറോഷനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടർബൈനിലെ ഔട്ട്ലെറ്റിൽ വരുന്ന മാക്സിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്താണ് ഒരു 15% നമ്മൾ എന്ത് ചെയ്യുക ലിമിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, therefore with maximum steam temperature at a turbine inlet, the maximum temperature of the heat or rejection, the minimum quality of steam at turbine exhaust being fixed. അപ്പോൾ എന്തൊക്കെ ഫിക്സഡ് ആണ്? മാക്സിമം സ്റ്റീം ടെമ്പറേച്ചർ അറ്റ് ടർബൈൻ ഇൻലെറ്റ്, ഇപ്പോൾ ടി മാക്സ് ഇത് ഫിക്സഡ് ആണ്. ദെൻ ടി മിനിമം, അതായത് ദി മിനിമം ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് റിജക്ഷൻ അത് ഫിക്സഡ് ആണ്. ദെൻ ദി മിനിമം ക്വാളിറ്റി ഓഫ് സ്റ്റീം അറ്റ് ടർബൈൻ എക്സോസ്റ്റ്, ദെൻ ടർബൈൻ എക്സോസ്റ്റിലേക്ക് വരുന്ന ക്വാളിറ്റി ഓഫ് സ്റ്റീം, ഓക്കെ, ഇതും ഫിക്സഡ് ആണ്. ഓക്കെ, എത്രയാണ്? നമുക്കൊരു 15%-ഇതിനേക്കാളും എന്താണ് കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 85% ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതായത് എക്സ്, നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു 0.85 ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദി മാക്സിമം സ്റ്റീം പ്രഷർ അറ്റ് ടർബൈൻ ഇൻലെറ്റ് ഓൾസോ ഗെറ്റ് ഫിക്സഡ്. അപ്പോൾ എന്താണ്? അതുപോലെ തന്നെ ഈ ഒരു ഇൻലെറ്റ് പ്രഷറും എന്താണ്? സോ ഇപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ പറഞ്ഞു മോയ്സ്ചർ കണ്ടൻറ്റ് കൂടും. സോ ഇപ്പോൾ ഈ ക്വാളിറ്റി 85%, അതായത് 0.85 ഫിക്സ് ചെയ്ത കാരണം എന്താണ്? പ്രഷർ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ അതും ഫിക്സഡ് ആണ്. ദ വെർട്ടിക്കൽ ലൈൻ റോസ് ഫ്രം 2s ഫിക്സഡ് ബൈ T2 and x to s. So the vertical line drawn from the 2s fixed by T2. Okay, T2 അതായത് the heat rejection temperature, minimum heat rejection temperature, then x to s, that is the quality of the steam. ഓക്കെ, ക്വാളിറ്റി എന്താണ്? 0.85 നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ എന്താണ്? ദ വെർട്ടിക്കൽ ലൈൻ ഫ്രം ദി 2s, ഇതെന്താണ്? ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദി output temperature or the surrounding temperature and the quality of the steam. Then the intersect, so the vertical line intersect the Tmax line fixed by the material at 1. So ഇപ്പോൾ എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ ലൈൻ എന്താണ്? അതും മെറ്റലർജിക്കൽ കൺസിഡറേഷൻ കാരണം എന്താണ്? അതും ഫിക്സഡ് ആണ്. which gives the maximum steam pressure at turbine inlet. The reversibility in the expansion process has been, however, not been considered. സോ അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടർബൈൻ്റെ ഇൻലെറ്റിലെ മാക്സിമം പ്രഷർ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ ഇവിടുത്തെ ഈ ഒരു ഇതിലെ റിവേഴ്സിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇനി അടുത്ത കേസിൽ റീഹീറ്റ് സൈക്കിൾ, റീജനറേറ്റീവ് സൈക്കിൾ, ബൈനറി വേപ്പർ സൈക്കിൾ, ഫീഡ് വാട്ടർ സൈക്കിൾ, ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്തൊക്കെ? നമുക്ക് ആകെയുള്ള കൺട്രോളിങ് പാരാമീറ്റർ TM1 ആണ്. സോ മീൻ ടെമ്പറേച്ചർ ആണ്. സോ മീൻ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, അതായത് ഇൻലെറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. ഇൻലെറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രഷർ ലൈൻ ഡീവിയേറ്റ് ചെയ്യും. സോ അപ്പോൾ പ്രഷർ ഹൈ ആയി മാറും. ദെൻ ഈ ഒരു ഇൻലെറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് സ്റ്റീമിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എന്താണ്? മെറ്ററോളജിക്കൽ കൺസിഡറേഷൻ കാരണം അത് ഫിക്സഡ് ആണ്. ദെൻ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്വാളിറ്റി ഡീവിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും വേപ്പറിനേക്കാളും. അപ്പോൾ ക്വാളിറ്റി ഫിക്സഡ് ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ ബ്ലേഡ് ഇറോഷൻ സംഭവിക്കാതിരിക്കാൻ കാരണം അതായത് ഇറോഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ടർബൈൻ്റെ ഔട്ട്പുട്ടിലുള്ള സ്റ്റീമിൻ്റെ ക്വാളിറ്റി ഒരു 80.85 ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സോ ഇപ്പോൾ അത് ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രഷർ ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ TM1 ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ്, അതായത് സൂപ്പർ ഹീറ്റ് ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ബോയിലറിൽ എന്ത് ചെയ്യുക? കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അഡീഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ദെൻ മീൻ ടെമ്പറേച്ചർ ലൈൻ വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വേറെ ഒന്ന് എന്താണ്? ഈ ഒരു T2 ഓൾസോ എന്താണ്? ഫിക്സഡ് ലൈൻ ആണ്, സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്, അതും ഫിക്സഡ് ആണ്. സോ ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇനി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റീഹീറ്റ് സൈക്കിളോ, റീജനറേറ്റീവ് സൈക്കിളോ, ബൈനറി വേപ്പർ സൈക്കിളോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോ സൈക്കിളും എന്താണെന്ന് നോക്കാം. സോ ഇപ്പോൾ ഫസ്റ്റ് റീഹീറ്റ് സൈക്കിൾ നോക്കാം. ഈ സ്റ്റീം പ്രഷർ ഹയർ ദാൻ P1 max, ഇറ്റ് ഈസ് യൂസ്ഡ് in order to limit the quality 0.85 turbine exhaust, reheat has to be adopted. അപ്പോൾ നമ്മൾ റീഹീറ്റ് എന്തിനാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ മാക്സിമം പ്രഷർ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഫിക്സഡ് ആണെന്ന്. ഓക്കെ, സോ ഈ ഒരു T max
ചെയ്യുന്നുണ്ട്, മാക്സിമം പ്രഷറിന് ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ മാക്സിമം പ്രഷർ ഫിക്സ്ഡ് ആണ്. സോ അപ്പോൾ നമുക്ക് അതിനേക്കാളും ഹയർ പ്രഷറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആണ് ബോയിലറിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഐഡിയൽ എക്സ്പാൻഷൻ ലൈൻ ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ ക്വാളിറ്റി കുറയും. സോ ഇപ്പോൾ ഇൻ ഓർഡർ ടു ലിമിറ്റ് ദ ക്വാളിറ്റി ദ ടർബൈൻ എക്സോസ്റ്റ് റീഹീറ്റ് ടു ബി അഡോപ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ക്വാളിറ്റി 8.85 ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീഹീറ്റ് സൈക്കിൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് ഓൾ steam after partial expansion in turbine brought back to the boiler reheat by combustion gas and then feed back to the turbine for further expansion. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സാച്ചുറേഷൻ ടെമ്പറേച്ചർ വരെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കും ടർബൈനിൽ, ഹൈ പ്രഷർ ടർബൈനിൽ വെച്ചിട്ട്. ദെൻ ടോട്ടൽ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ഇൻ ടു ദി ബോയിലർ. ഓക്കെ, ദെൻ വീണ്ടും എന്ത് ചെയ്യും, അതിനെ ഹീറ്റ് ആഡ് ചെയ്യും, റീഹീറ്റ് ദ ആ ഒരു സ്റ്റീമിനെ എന്ത് ചെയ്യും, കമ്പഷൻ ഗ്യാസസ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യും. ദെൻ ലോ പ്രഷർ ടർബൈനിലേക്ക് റിമൈനിങ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് വീണ്ടും ഫീഡ് ചെയ്യും. സോ അപ്പോൾ അതിൻ്റെ TH ആൻഡ് HS ഡയഗ്രാം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ റീഹീറ്റ് സൈക്കിൾ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീം ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് 1 to 2 ദ കണ്ടൻസർ പ്രഷർ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 2 or more. അപ്പോൾ ഹൈ പ്രഷർ, അതായത് ബോയിലർ ഔട്ട്പുട്ട് പ്രഷറിൽ നിന്ന് കണ്ടൻസർ പ്രഷർ വരെയുള്ള എക്സ്പാൻഷൻ എങ്ങനെയാണ്, 2 or more സ്റ്റേജസ് അല്ലെങ്കിൽ 2 or 3 ടർബൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ നമ്പർ ഓഫ് റീഹീറ്റ് യൂസ്ഡ്. അപ്പോൾ ഈ സ്റ്റേജസ് എന്താണ്, എത്ര റീഹീറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും, ഇതിനകത്തുള്ള സ്റ്റെപ്സ് കൂടുതലായിരിക്കും. ഇൻ സ്റ്റെപ്സ് ദ സ്റ്റീം എക്സ്പാൻഡ് ഇൻ ദി ഹയർ പ്രഷർ ടർബൈൻ ഫ്രം ഇനീഷ്യൽ ടു അപ്രോക്സിമേറ്റ്ലി സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. സോ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ഓൾറെഡി പറഞ്ഞു, എന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ വരെ എന്ത് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ഹീറ്റ് അഡീഷൻ നടത്തും. ഓക്കെ, the steam then re-superheat or reheat at constant pressure in the boiler 2s to 3. Remaining expansion 3 to 4s is carried out in the low pressure turbine. In case of use of 2 reheat, the steam is re-superheated twice at different constant pressure. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു ഘട്ടം എന്താ, നമ്മൾ ബോയിലർ ഔട്ട് എടുത്തു, ടർബൈനിൽ കൊടുത്തു, ടർബൈനിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു കണ്ടൻസർ പ്രഷർ വരെ എക്സ്പാൻഡ് ചെയ്യില്ല നമ്മൾ, എവിടെയാണ്, നമ്മുടെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ വരെ എന്ത് ചെയ്തു, നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, അതിനെ ബോയിലറിലേക്ക് കൊടുത്തു അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ, അതായത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഹീറ്റ് ചെയ്തു, റീഹീറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും ലോ പ്രഷർ ടർബൈനിൽ കൊടുത്തു, എക്സ്പാൻഡ് ചെയ്തു. നമുക്കൊന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ടൻസർ പ്രഷർ വരെ എക്സ്പാൻഡ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുക, അതായത് ഒരു സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ വരെ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ അതിനെ സൂപ്പർ ഹീറ്റ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കണ്ടൻസർ പ്രഷർ വരെ എക്സ്പാൻഡ് ചെയ്യാം. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീഹീറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇൻ കേസ് ഓഫ് യൂസ് ഓഫ് 2 റീഹീറ്റ്, 2 റീഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ ദ സ്റ്റീം ഈസ് നോട്ട് അലൗഡ് ടു എക്സ്പാൻഡ്, ദ സ്റ്റീം ഈസ് സൂപ്പർ ഹീറ്റ് ട്വൈസ് അറ്റ് 2 ഡിഫറെൻറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 2 ഡിഫറെൻറ്റ് കോൺസ്റ്റന്റ് പ്രഷേഴ്സ് ആയിരിക്കും. അപ്പോൾ 3 പ്രഷേഴ്സ് എന്തായിരിക്കും ഇതിനകത്ത്, ഒന്നെന്താണ് കണ്ടൻസറിൻ്റെ ഔട്ടുള്ള പ്രഷർ, ദെൻ ബോയിലറിൻ്റെ ഔട്ടുള്ള പ്രഷർ, ദെൻ റീഹീറ്റിന് ശേഷമുള്ള പ്രഷർ. അപ്പോൾ 3 പ്രഷർ ലൈൻസ് ഉണ്ടായിരിക്കും. To protect reheat tubes, steam is not allowed to expand deep into the 2-phase region before it taken for reheating. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ഒരു റീഹീറ്റ് ട്യൂബ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇതിനെ ആ 2-phase റീജിയൻ, ഓക്കെ, നമ്മുടെ 2-phase റീജിയൻ എന്ന് പറയുമ്പോൾ അതാണ് L+V റീജിയൻ, അതായത് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയൻ. നമ്മുടെ വേപ്പർ ഡോമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വേപ്പർ ലൈനിൽ വെച്ചിട്ട് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ വെച്ചിട്ട് എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്യും, റീഹീറ്റ് ചെയ്യും. ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് മോയ്സ്ചർ പാർട്ടിക്കിൾ ഇൻ സ്റ്റീം ഓയിൽ ഇവാപ്പറേറ്റിംഗ് വുഡ് ലീവ് ബിഹൈൻഡ് സോളിഡ് ഡെപ്പോസിറ്റ് ഇൻ ഫോം ഓഫ് സ്കെയിൽ വിച്ച് ഡിഫിക്കൽട്ട് ടു റിമൂവ്. സോ ഇപ്പോൾ നമ്മൾ, അതായത് നമ്മൾ ഈ ഒരു എക്സ്പാൻഷനിൽ എന്താണ്, ലിക്വിഡ്സിനെ ഉണ്ടാവാൻ അനുവദിക്കുന്നില്ല. സോ ബിക്കോസ് ഇൻ കേസ് ഓഫ് മോയ്സ്ചർ പാർട്ടിക്കിൾ ഇൻ സ്റ്റീം വുഡ് ഇവാപ്പറേറ്റ് വൈൽ ഇവാപ്പറേറ്റിംഗ് വുഡ് ലീവ് ബിഹൈൻഡ് സോളിഡ് ഡെപ്പോസിറ്റ് ഇൻ ഫോം ഓഫ് സ്കെയിൽ വിച്ച് ഇസ് ഡിഫിക്കൽട്ട് ടു റിമൂവ്. അപ്പോൾ എന്താണ്, റിമൂവ് ചെയ്യാൻ പറ്റാത്ത സോളിഡ് ഡിപ്പോസിറ്റ്സ് എന്ത് ചെയ്യും, സ്കെയിൽസ് ഫോമിൽ ഡിപ്പോസിറ്റ് ചെയ്യും ഈ ഒരു വാട്ടർ കണ്ടൻറ്റ്. ഓൾസോ എ ലോ റീഹീറ്റ് പ്രഷർ മേ ബ്രിങ്
ബ്രിങ് ഡൗൺ ദ TM1 ആൻഡ് ഹെൻസ് സൈക്കിൾ എഫിഷ്യൻസി. സോ ഇപ്പോൾ അതേപോലെ തന്നെ എന്താണ്, റീഹീറ്റ് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ TM1 എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ സൈക്കിൾ എഫിഷ്യൻസിയും ഡിക്രീസ് ചെയ്യും. നമ്മൾ ഈ റീഹീറ്റ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇൻലെറ്റ് ടെമ്പറേച്ചർ, അതുപോലെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ, ദെൻ പ്രഷർ, മാക്സിമം പ്രഷർ, ഇതൊക്കെ ഫിക്സഡ് ആയതുകൊണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഫിക്സഡ് ആയതുകൊണ്ട് എന്താണ്, ഒരു ആൾട്ടർനേറ്റ്, അതായത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ആൾട്ടർനേറ്റ് ആണ് നമ്മൾ ഈ റീഹീറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ പ്രഷർ എന്താണ് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ റീഹീറ്റ് പ്രഷർ കുറവാണെങ്കിൽ നമ്മുടെ എന്താണ് സൈക്കിൾ TM1, അതായത് മെയിൻ ടെമ്പറേച്ചർ ലൈൻ ഡിക്രീസ് ചെയ്യും, സൈക്കിൾ എഫിഷ്യൻസി കുറയും. എഗെയിൻ എ ഹൈ റീഹീറ്റ് പ്രഷർ ഇൻക്രീസ് ദി മോയ്സ്ചർ കണ്ടന്റ് അറ്റ് ടർബൈൻ എക്സോസ്റ്റ്. അതേപോലെ തന്നെ റീഹീറ്റ് പ്രഷർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടർബൈൻ്റെ എക്സോസ്റ്റിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ക്വാളിറ്റി കുറയും. ദാസ് ദി റീഹീറ്റ് പ്രഷർ ഈസ് ഓപ്റ്റിമൈസ്ഡ്. അതായത് മാക്സിമം കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. ഇപ്പോൾ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മോയ്സ്ചർ കണ്ടന്റ് കൂടും. ഓക്കെ, ബ്ലേഡ് ഇറോഷൻ സംഭവിക്കും. ദെൻ അതേപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടെമ്പറേച്ചർ ലൈൻ ഡൗൺ ചെയ്യും, സൈക്കിൾ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഒപ്റ്റിമം പ്രഷർ വേണം. സോ റീഹീറ്റ് പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 0.2 മുതൽ 0.25 ഓഫ് ദി ഇനീഷ്യൽ സ്റ്റീം പ്രഷറാണ്. അപ്പോൾ എന്താണ്, ഒരു ഇനീഷ്യൽ സ്റ്റീം പ്രഷറിൻ്റെ 1/4 അല്ലെങ്കിൽ 1/5 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഹീറ്റ് പ്രഷറായിട്ട് എടുക്കുന്നത്. സോ നമുക്കതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്, ആസ് യൂഷ്വൽ എന്താണ്, പമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബോയിലറിലേക്ക് ഫീഡ് വാട്ടർ വരുന്നുണ്ട്. ദെൻ ഇതിനകത്ത് എന്ത് ചെയ്യും, ഹീറ്റ് അഡീഷൻ നടത്തും. സോ ബോയിലർ എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റീമിനെ നമുക്ക് ടർബൈനിൽ ഇൻലെറ്റ് വരുന്നത്. സോ ഇപ്പോൾ ടർബൈൻ, അതായത് ഹൈ പ്രഷർ ടർബൈനാണ്. ഇവിടെ എന്ത് ചെയ്യും, ഫസ്റ്റ് എക്സ്പാൻഷൻ നടക്കും. ഫസ്റ്റ് എക്സ്പാൻഷൻ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യണം. ഇവിടെ വെച്ച് വരെ വേപ്പർ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ വരെ ലിമിറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ 1 to 2s. സോ ഈ ടർബൈൻ്റെ ഔട്ട്ലെറ്റ് വരുന്ന ഈ ഒരു 2s, ഈ ഒരു പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ. ദെൻ ഇവിടെ മുകളിലൊരു ഡയഗ്രാം കൂടി കൊടുത്തിട്ടുണ്ട്. സോ 6s നിന്ന് 1ലേക്ക് പോവുകയാണ്. 1ൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, 2s വരെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ദെൻ റീഹീറ്റ് ആണ് വരുന്നത്. സോ ഇപ്പോൾ ഇതെന്താണ്, ഇതൊരു ഡിഫറൻറ്റ് പ്രഷറാണ് വരുന്നത്. സോ ഇപ്പോൾ ദിസ് ഈസ് അനദർ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ ഇൻ ദി മുകളിലൊരു ഡയഗ്രാം. സോ ഇവിടെ എന്താണ്, ഇതൊരു ഹൈ പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. ഇതെന്താണ്, ഇത് ലോ പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. ഇതെന്താണ്, ഇതൊരു വേറെ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 0.2 മുതൽ 0.25 വരെ ഇനീഷ്യൽ പ്രഷറിൻ്റെ അത്രയും എന്താണ് പ്രഷർ, റീഹീറ്റ് പ്രഷർ നമുക്ക് യൂസ് ചെയ്യാം. കൂടാനും കുറയാനും പറ്റില്ല. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേജ് എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വാട്ടറിനെ എന്ത് ചെയ്തു, ബോയിലറിലേക്ക് ഫീഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, റീഹീറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നടക്കുന്നത് എന്താണ്, ഒരു P3 എന്ന് പറയുന്ന ഒരു പ്രഷറിലാണ്. സോ P3 T3യിൽ എന്ത് ചെയ്യും, ഇത് ലോ പ്രഷർ ടർബൈനിലേക്ക് അടുത്ത എക്സ്പാൻഷൻ, അതായത് കണ്ടൻസർ പ്രഷർ വരെയുള്ള എക്സ്പാൻഷന് വേണ്ടിയിട്ട് ലോ പ്രഷർ ടർബൈനിലേക്ക് കൊടുക്കും. സോ ഇപ്പോൾ ഇവിടെ എന്താണ്, ഈ ടർബൈൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ കണ്ടൻസറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, 3 മുതൽ 4s വരെ എന്താണ്, ലോ പ്രഷർ ടർബൈനിലെ എക്സ്പാൻഷൻ കഴിഞ്ഞ് ഇനി 4s മുതൽ 5 വരെയുള്ള പ്രോസസ്സാണ് വരുന്നത്. അതായത് 3 to 4s വരെ. അതായത് ഇപ്പോൾ നമ്മളെന്താണ്, നമ്മുടെ വേപ്പർ ലൈനിൻ്റെ അകത്താണ് എന്ത് ഉള്ളത്, ഈ ഒരു 4s എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നത്. സോ ഇതുവരെ എക്സ്പാൻഡ് ചെയ്തു. അതായത് ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു 0.85 ക്വാളിറ്റിയാണ് നമ്മൾ പറയുന്നത്, ഔട്ട്പുട്ട് ക്വാളിറ്റി ഓഫ് ദി ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന സ്റ്റീമിൻ്റെ ക്വാളിറ്റി 0.85 ആണെന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇപ്പോൾ അതൊരു ഫിക്സഡ് ആണ്. ദെൻ എന്താണ്, 4s മുതൽ 5 വരെയുള്ള പ്രോസസ്സാണ്, അതായത് കണ്ടൻസേഷൻ പ്രോസസ്സ്, അതായത് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ് വരുന്നത്. ദെൻ 5 to 6 എന്താണ്, പമ്പ് വർക്കാണ് വരുന്നത്, കംപ്രഷൻ പ്രോസസ്സാണ് വരുന്നത്. ദെൻ എന്താണ്, അഗെയിൻ ബോയിലറിലേക്ക് ഫീഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം പമ്പ് വർക്ക് കഴിഞ്ഞാൽ എന്താണ്, വാട്ടർ ബോയിലറിലെത്തും. ദെൻ ബോയിലറിൽ നിന്ന് ഹീറ്റിംഗ്, ദെൻ സൈക്കിൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Since high pressure are used in reheat cycle, the pump work may be appreciable. Then ഇവിടെ എന്താണ്, പമ്പ് വർക്ക് അപ്രീഷ്യബിൾ ആണെന്നാണ് പറയുന്നത്. സോ എന്താണ്, ഹൈ പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നതിനാണ് എന്തിനു വേണ്ടിയിട്ടാണ്, മീൻ ടെമ്പറേച്ചർ ലൈന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Had a high pressure P1B without a reheat, the ideal Rankine cycle would be 1 4s-5 6s. അപ്പോൾ എന്താണ്, ഈ ഒരു ജസ്റ്റ് എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ആയി പോയി. സോ ഇപ്പോൾ നമ്മൾ റീഹീറ്റ്
സൈക്കിളാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പോർഷനും കൂടി ബാലൻസ് ഉണ്ട്. ഹാഡ് ദ ഹൈ പ്രഷർ B1 ബി യൂസ്ഡ് ഹീറ്റ് ദ ഐഡിയൽ Rankine സൈക്കിൾ വുഡ് ഹാവ് ബീൻ. അപ്പോൾ നമ്മളെന്താണ് റീഹീറ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തു, ഹൈ പ്രഷർ യൂസ് ചെയ്തു വിചാരിക്കുക. അതായത് നമുക്ക് എന്താണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. TM1 അതായത് മീൻ ടെമ്പറേച്ചർ ആണ് കൺട്രോളിങ് പാരാമീറ്റർ. സോ അപ്പോൾ അതിനെ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രഷർ ഇൻക്രീസ് ചെയ്യാം. സോ അപ്പോൾ ഇൻലെറ്റ് പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്വാളിറ്റി ഡിക്രീസ് ചെയ്യും. സോ അപ്പോൾ എന്താണ് ഹൈ ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആണ്, ലോ ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആണ്, ദെൻ ക്വാളിറ്റി ഫിക്സ്ഡ് ആണ്, ദെൻ പ്രഷർ. സോ അപ്പോൾ ഹൈ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്വാളിറ്റി ഡിക്രീസ് ചെയ്യും. സോ ഇപ്പോൾ നമ്മളെന്താണ് റീഹീറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, 1 4s-5 6s ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റീഹീറ്റ് ഇല്ലാത്ത കേസിൽ നമ്മുടെ റാങ്കൈൻ സൈക്കിളിൻ്റെ സൈക്കിൾ വരുന്നത്. അതായത് 1 4s- then 5 6s then 6s-1 ഇതാണ് നമ്മളെ സൈക്കിൾ വരുന്നത്, റാങ്കൈൻ സൈക്കിൾ. വിത്ത് യൂസ് ഓഫ് റീഹീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 2s 3 4s 4s- ഹാസ് ബീൻ ആഡഡ് ടു ദി ബേസിക് സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു 2s 3 then 4s മുതൽ 4s-. സോ ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതായത് നമ്മുടെ ഈ ഒരു ആദ്യം ഉണ്ടായിരുന്ന സൈക്കിളിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഇത്രയും ഒരു ഏരിയയും കൂടി ഇൻക്രീസ് ചെയ്യും. സോ ഇപ്പോൾ ഇതാണ് എന്ത് വർക്ക് എന്ന് പറയുന്നത്. It is obvious that the net work output of the plant increase with the reheat because H3 minus H4 is greater than H2s minus H4s-. സോ ഇപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ എന്ത് ചെയ്യുക, വർക്ക് ഔട്ട്പുട്ട് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഏരിയ അണ്ടർ ദ കർവാണ്. ദെൻ ഇപ്പോൾ TDS ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ഹീറ്റാണ് വരുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കേസിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇല്ല. അതുകൊണ്ട് എന്താണ് അതായത് സൈക്ലിക് നെറ്റ് ഹീറ്റ് ഇൻട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നെറ്റ് വർക്ക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മുടെ വർക്ക് ഔട്ട്പുട്ട്, അതായത് വർക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ ഇതിനകത്ത് സോ ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു H3 - 4s ഈസ് ഗ്രേറ്റർ ദാൻ H2s - 4s-. സോ ഇപ്പോൾ ഇവിടുത്തെ എന്താൽപ്പി, അതായത് നമുക്ക് എന്താണ് റീഹീറ്റ് ഇല്ലെങ്കിൽ എന്താണ് ഈ ഒരു 1-ൽ നിന്ന് ഡയറക്റ്റ് 4s-ലേക്ക്, അതായത് ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സ്പാൻഷൻ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ലൈൻ വരുന്നത്. ഈ 1 to 4s- വരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു ഏരിയനേക്കാൾ, അതായത് ഈ ഒരു ഇത്രയും വരുന്ന എന്താൽപ്പി ചേഞ്ചിനേക്കാളും ഹയർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 3 മുതൽ 4 വരെയുള്ള, അതായത് വിത്ത് ഹീറ്റ് റീഹീറ്റിംഗ് എന്താൽപ്പി ചേഞ്ച് വരുന്നത് ഇത്രയാണ്. ഓക്കെ, സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള ഗ്രേറ്റർ ഈ ഒരു 4s-3 ഉള്ള ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 4s മുതൽ 2s വരെയുള്ള എന്താൽപ്പി ചേഞ്ചിനേക്കാളും ഗ്രേറ്റർ ആയി വരുന്നത്. Hence, steam rate decrease. Whether the cycle efficiency improve with reheat depends upon whether mean temperature of heat addition in the process 2s-3 is higher than the mean temperature of heat addition in the 6s-1s. സോ ഇപ്പോൾ ഇതിൽ സൈക്കിൾ എഫിഷ്യൻസി എന്താണ്, നമ്മൾ റീഹീറ്റ് യൂസ് ചെയ്താലും എന്താണ് സൈക്കിൾ എഫിഷ്യൻസി കൂടുതലില്ല എന്നുള്ളത് എന്താണ്, ഈ ഒരു മീൻ ടെമ്പറേച്ചർ ലൈൻ, അതായത് ഏത് പ്രോസസ്സിലുള്ള മീൻ ടെമ്പറേച്ചർ ലൈനാണ്, അതായത് 6s-1s, അതായത് ഇതാണ്ട ഇപ്പോൾ നമ്മുടെ 6s-1-ലുള്ള എന്താണ് മീൻ ടെമ്പറേച്ചർ ആണോ, അതല്ല 2s-3 ഇവരുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന മീൻ ടെമ്പറേച്ചർ ലൈനാണോ, അതോ ഈ 1 മുതൽ 6s വരെയുള്ളതിൻ്റെ മീൻ ടെമ്പറേച്ചർ ലൈനാണോ എലിവേറ്റഡ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, സൈക്കിൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ എന്തായിരിക്കും, ഈ ഒരു 3-യും 2s എന്താണ് ഹയർ പോർഷനാണ്, അതായത് ഹൈ ടെമ്പറേച്ചേഴ്സ് ആണ്. സോ ഇപ്പോൾ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന മീൻ ടെമ്പറേച്ചർ ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ഇൻ പ്രാക്ടീസ് യൂസ് ഓഫ് ദ യൂസ് ഓഫ് റീഹീറ്റ് ഓൺലി ഗിവ്സ് സ്മോൾ ഇൻക്രീസ് ഇൻ സൈക്കിൾ എഫിഷ്യൻസി, ബട്ട് ഇറ്റ് ഇൻക്രീസ് ദ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ മേക്കിംഗ് പോസിബിൾ ദ യൂസ് ഓഫ് higher pressure of steam turbine exhaust with a permissible limit. The quality improves X4s- to X4s by the. സോ ഇപ്പോൾ എന്താണ് ഇൻ പ്രാക്ടീസ് ഈ ഒരു സൈക്കിൾ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും, ആക്ച്വൽ കേസിൽ ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടാവുള്ളൂ എഫിഷ്യൻസിയിൽ, ബട്ട് ഇൻക്രീസ് ദി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എഫിഷ്യൻസി നോക്കുമ്പോൾ വർക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. സോ ഇപ്പോൾ വർക്ക് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
എഫിഷ്യൻസി കുറയും, പക്ഷേ എന്താണ് ഇവിടെ പമ്പ് വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോൾ നെറ്റ് വർക്ക് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, സൈക്കിളിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ബട്ട് എന്താണ്, കീപ്പിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ സ്റ്റീം ഓഫ് ടർബൈൻ എക്സോസ്റ്റ് വിത്തിൻ എ പെർമിസിബിൾ, ക്വാളിറ്റി എന്ത് ചെയ്യും, പെർമിസിബിൾ ലിമിറ്റിൻ്റെ ഉള്ളിലിരിക്കും. സോ എന്താണ്, ക്വാളിറ്റി ഫിക്സഡ് ആയിരിക്കും. By increasing number of reheat, still higher steam pressure could be used, but mechanical stress is increased at a higher proportion than increase in the pressure because of prevailing high temperature. അപ്പോൾ നമുക്കെന്താണ് എത്ര നമ്പർ ഓഫ് റീഹീറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഈ ഒരു ടർബൈനിലെ ഇൻലെറ്റ് പ്രഷർ എന്ത് ചെയ്യുക, എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യുക. പക്ഷേ എന്താണ്, മെക്കാനിക്കൽ സ്ട്രെസ്സസ് എന്ത് ചെയ്യും, അതിൻ്റെ ഒപ്പം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സാധാ കേസിൽ പ്രഷർ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും മെക്കാനിക്കൽ സ്ട്രെസ്സസ് എന്ത് ചെയ്യും, റീഹീറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രഷർ ഇൻക്രീസിൽ എന്ത് ചെയ്യും, മെക്കാനിക്കൽ സ്ട്രെസ്സസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. The cost and fabrication difficulties will also increase in that way the maximum steam pressure get fixed and more than 2 reheat have not yet been used so far. So അതുപോലെ തന്നെ എന്താണ്, മാക്സിമം സ്റ്റീം പ്രഷർ എന്ത് ചെയ്യാം, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ എന്താ, മോർ ദാൻ 2 റീഹീറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ ഓൺലി ideal process had been considered. The irreversibility in the expansion and compression process have been considered in the example given later. So ഇപ്പോൾ ഇനി എന്താണ്, നമ്മൾ റീഹീറ്റ് എന്താണെന്ന് കണ്ടു. ദെൻ ഇനി അതിൽ വർക്ക് നോക്കാം, വർക്ക് ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഹീറ്റ് ഇൻപുട്ടും വേണം നമുക്ക് എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുള്ളൂ. നമുക്ക് എന്താണ് അതിനെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കണം. അതേപോലെ തന്നെ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ഹീറ്റ് ഇൻട്രാക്ട്, അതായത് ഹീറ്റ് സപ്ലൈഡ് H1 - H6s പ്ലസ് H3 - H2s. അതായത് നമുക്ക് എന്താണ്, ആദ്യത്തെ ഒരു കേസിലെ ഹീറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ ഒരു 1 to 6, അതായത് ഈ 6s to T1 ഇവിടെ ഈ ഒരു എൻതാൽപ്പി ചേഞ്ച് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഹീറ്റ് ആഡഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ എന്താണ്, ഇതാ ഈ ഒരു T3 and 2s ഈ ഒരു എൻതാൽപ്പി ചേഞ്ചും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഇപ്പോൾ Q ആഡഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, H1 - 6 H6s പ്ലസ് H3 - T2s. സോറി, ഇത് നമ്മുടെ പുതിയ എന്താണ് ഹീറ്റ് അഡീഷൻ വരുന്നത്. ദെൻ ഹീറ്റ് റിജക്ഷൻ വരുന്നത് H4s - H5s ആണ്. സോറി, H5 ആണ്. സാധാരണ കേസിൽ നമുക്ക് എന്താണ് ഹീറ്റ് റിജക്ഷൻ വരുന്ന H2 - H3 ആണ്. അതായത് ഇത് സോറി H2 - H3 മുല്ലർ ഡയഗ്രത്തിൽ നോക്കാം. H2 - H3 ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹീറ്റ് റിജക്ഷൻ വരുന്നത്. സോ ഈ ഒരു കേസിലെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, H4s - H5s ആണ്. അതായത് H4s and H5 ഇതായിരിക്കും എന്ത്, ഹീറ്റ് റിജക്ഷൻ വരുന്നത്. ദെൻ ഇനി അടുത്തത് എന്താണ്, ടർബൈൻ വർക്ക്. ഓക്കെ, ടർബൈൻ വർക്ക് H1 - H2s പ്ലസ് H3 - H4s. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, 2 എക്സ്പാൻഷൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കേസിൽ 1 to 2s വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഈ T3 to 4s വരുന്നുണ്ട്. സോ ഇപ്പോൾ എന്താണ്, H1 - H2s പ്ലസ് എന്താണ് H3 - H4s. ഇത്ര എന്താണ് നമ്മുടെ ടർബൈൻ വർക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ദെൻ പമ്പ് വർക്ക് വരുന്നത് H6s - H5 ആണ്. സോ ഇപ്പോൾ നമുക്കത് മുല്ലർ ഡയഗ്രത്തിൽ നോക്കാം. 6s to 5, H5ഉം H6s ഇതിൻ്റെ ചേഞ്ച് ആണ് എന്ത്, നമ്മുടെ പമ്പ് വർക്ക് വരുന്നത് ഈ ഒരു കേസിൽ. സോ ഇവിടുത്തെ പമ്പ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, H3 - H4 ആണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ റാങ്കൈൻ സൈക്കിളിൻ്റെ കേസിൽ ഇതാണ് പമ്പ് വർക്കിൻ്റെ വരുന്നത് ഇവിടെ ഇതിനകത്ത് മുല്ലർ ഡയഗ്രത്തിൽ. സോ ഇപ്പോൾ ഇതിൽ നെറ്റ് വർക്ക് വരുന്നത് എന്താണ്, WT - WB. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നെഗ്ലക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ റാങ്കൈൻ സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പമ്പ് വർക്ക് നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യാറ്. സോ ഇപ്പോൾ ഇവിടെ ഇത് വരും എന്ത് വരും, H1 - H2s പ്ലസ് H3 - H4s മൈനസ് H6s - H5 ഡിവൈഡ് ബൈ ഇവിടുത്തെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, H1 - H6s പ്ലസ് H3 - H2s വരുന്നുണ്ട്. ദെൻ ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഒരു
ഈ H1 മൈനസ് H65 പ്ലസ് H3 മൈനസ് H2S, അതായത് ഈ ഒരു 6S എന്ത് ചെയ്യുക നമ്മൾ പുറത്തേക്ക് എടുക്കുക, ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് H6S. അപ്പോൾ H1 മൈനസ് H6S പ്ലസ് എന്താണ് H3, ഈ ഒരു H3 മൈനസ് H2S. ഓക്കെ, H2S ഇവിടെ കിടക്കുന്നുണ്ട്, ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. മൈനസ് എന്താണ് H5, സോ ഇതാണ് മൈനസ് H5. ദെൻ ഇപ്പം എന്താണ് പ്ലസ് H4S. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിതിന് H1 മൈനസ് H6S പ്ലസ് H3 മൈനസ് H2S മൈനസ് H5 മൈനസ് H4S. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെ ആയിരിക്കും? മൈനസ് H5 പ്ലസ് H4S എന്നാണ്. ഇവിടെ എന്താണ് നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ H1 മൈനസ് H2S പ്ലസ് H3 മൈനസ് H4S മൈനസ് H6S പ്ലസ് H5 എന്ന് വരും. ദെൻ ഡിവൈഡ് ബൈ H1 മൈനസ് H65 പ്ലസ് H3 മൈനസ് H2S. സോ ഇപ്പോൾ ഇതിൽ നിന്ന് H1 മൈനസ് H6S രണ്ട് ഇതിനകത്തുണ്ട്. അടുത്തത് H3 മൈനസ് H2S, ഇവിടെ പ്ലസ് H3 ഇട്ട് മൈനസ് H2S ഉണ്ട്. ഇതിനെന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിവൈഡ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 പ്ലസ് ഇനി റിമൈനിങ് ടേംസ് എന്ത് വരും? ഇതിനകത്ത് പ്ലസ് H5 ഉണ്ട്, മൈനസ് H4S ഉണ്ട്. അപ്പോൾ അതിനെ 1 പ്ലസ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് H5 മൈനസ് H4S ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈ. ഓക്കെ, ഇത് ടോട്ടൽ ടൈമിന് ഞാൻ ജസ്റ്റ് ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതിയിട്ടുള്ളതാണ്. സോ ഇപ്പോൾ ഈ ഒരു H5 മൈനസ് H4S എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ Q എന്ന് പറയും, Q2 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് 4S മൈനസ് H5 ആണ്. സോ അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുക്കുക. 1 മൈനസ് H4S മൈനസ് H5 ഡിവൈഡഡ് ബൈ Q സപ്ലൈഡ്. സോ ഇപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വായിക്കാം? 1 മൈനസ് Q റിജക്റ്റഡ് ബൈ Q സപ്ലൈഡ്. ഓക്കെ, എഫിഷ്യൻസി എന്താണ്? 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. പിന്നെ ഇനി അതിലകത്ത് കൊടുത്തിട്ടുള്ളത് സ്റ്റീം റേറ്റ് ആണ്. അത് 3600 ഡിവൈഡ് ബൈ ഈ H1 മൈനസ് H2S ടർബൈൻ വർക്കാണ് തന്നിട്ടുള്ളത്. ദെൻ മൈനസ് പമ്പ് വർക്ക്. സോ ഇപ്പോൾ 3600 ഡിവൈഡ് ബൈ നെറ്റ് വർക്കാണ് സ്റ്റീം റേറ്റ് തന്നിട്ടുള്ളത്. യൂണിറ്റ് വരുന്നത് കിലോഗ്രാം പെർ കിലോ വാട്ട് ഹവർ ആണ്. അപ്പോൾ ഇതിലെ സൂപ്പർ ഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, അതായത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ റീഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സൂപ്പർ ഹീറ്റിങ്ങിനോടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? റെഡ്യൂസ് ലോസ് ഓഫ് ദ ഇനീഷ്യൽ കണ്ടൻസേഷൻ, reduce the initial condensation losses in steam engine. അപ്പോൾ സ്റ്റീം എഞ്ചിനിലെ ഇനീഷ്യൽ കണ്ടൻസേഷൻ ലോസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്? ഇൻക്രീസ് എഫിഷ്യൻസി ബൈ റെഡ്യൂസിങ് ദ ഫ്യൂവൽ കോസ്റ്റ്. അപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. അടുത്തത് സൂപ്പർ ഹീറ്റർ യൂസേജ് റെഡ്യൂസ് ദി സ്റ്റാക്ക് ടെമ്പറേച്ചർ ബൈ എക്സ്ട്രാക്ടിങ് ഹീറ്റ് ഓഫ് ദി ഫ്ലൂ ഗ്യാസസ്. സോ അപ്പോൾ നമ്മളെന്താണ്? നമ്മുടെ ബോയിലറിൽ എന്തുണ്ടായിരിക്കും? നമ്മൾ ഫ്യൂവൽ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും, എയർ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും. then അതിൽ എക്സ്ഹോസ്റ്റ് എന്ന് വരുന്നത് എന്താണ്? നമുക്ക് എന്താണ്? നമ്മുടെ ഫ്ലൂ ഗ്യാസ് എന്ത് ചെയ്യും? കമ്പഷന് ശേഷം അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് എന്താണ്? ഫ്ലൂ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ടാവും? സ്റ്റാക്കിലേക്ക് പോകുന്നുണ്ടാവും. സോ ഇപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഇതിൽ നമ്മൾ എറിഞ്ഞതുകൊണ്ട് ബോയിലറിനകത്ത് റീഹീറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് മാക്സിമം ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്യും. സോ ഇപ്പോൾ ഈ സ്റ്റാക്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്താണ്? ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. ദെൻ അടുത്തത് റെഡ്യൂസ് ദി ഇനീഷ്യൽ കണ്ടൻസേഷൻ ലോസ് ഇൻ സ്റ്റീം എഞ്ചിൻ. അപ്പോൾ ഇനീഷ്യൽ കണ്ടൻസേഷൻ ലോസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് സ്റ്റാക്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ദെൻ അടുത്തത് തെർമൽ എഫിഷ്യൻസിയുടെ ക്യൂസ് ആണ് ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിത്ത് ഓർ വിത്തൗട്ട് പമ്പ് വർക്ക്. ഓക്കെ, അപ്പോൾ പമ്പ് വർക്ക് നെഗ്ലക്ട് ചെയ്തുകൊണ്ടും അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്താണ്? Q ആഡഡ് മൈനസ് Q റിജക്റ്റഡ് ആണ് എന്ത് ചെയ്യുന്നത്? W നെറ്റ് വരുന്നത് ഡിവൈഡ് ബൈ Q ആഡഡ്. ഇതാണ് എന്ത്? തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ദെൻ വിത്ത് പമ്പ് വർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പമ്പ് വർക്ക് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അത്രേ വേണ്ടുള്ളൂ. പിന്നെ അടുത്തത് വിത്തൗട്ട് റീഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ തെർമൽ എഫിഷ്യൻസി വരുന്നത് H1 മൈനസ് H7 എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ H7 എന്ന് പറയുമ്പോൾ എന്താണ്?
ഈ ഒരു പോയിന്റ്, അതായത് നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് H7 കൊണ്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് 1 എന്നുള്ള ഐസെൻട്രോപ്പിക് ലോവർ പ്രഷറിലെ എൻതാൽപ്പി. അടുത്തത് H1 മൈനസ് F4 എന്ന് പറയുമ്പോൾ എന്താണ് ആഫ്റ്റർ റീഹീറ്റിന് ശേഷമുള്ള എൻതാൽപ്പി വാല്യൂ. ഓക്കെ, ഇതാണ് എന്ത് വിത്തൗട്ട് റീഹീറ്റിംഗ് തെർമൽ എഫിഷ്യൻസി വരുന്നത്. ഇനി നമുക്ക് എന്താണ് റീഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇൻക്രീസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ടർബൈൻ. അപ്പോൾ ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ നമ്മൾ കണ്ടതാണ് എന്ത് ടർബൈൻ്റെ എക്സ്പാൻഷൻ വരുന്നത് എന്താണ്, ഇത് ഫസ്റ്റ് കേസിലാണെങ്കിൽ എന്താണ് ഈ ഒരു ഒറ്റ ലൈൻ, ഈ ഒരു ട്രോപ്പിക് ലൈൻ മാത്രമേ വരുള്ളൂ. ഇവിടുത്തെ എന്താൽപ്പി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഇത് മുതൽ ഈ ഒരു വേപ്പർ ലൈൻ വരെയുള്ള പോർഷൻ ഉണ്ട്, 1 മുതൽ വേപ്പർ ലൈൻ വരെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു പോയിന്റ് വരെ ഇത്ര എന്തുണ്ട് ഇതിനകത്ത് ടർബൈൻ്റെ വർക്കൗട്ടെങ്കിൽ ഇൻക്രീസ് ദി ഔട്ട്പുട്ട് ഓഫ് ടർബൈൻ. ദെൻ ഇറോഷൻ ഓർ കൊറോഷൻ ഇൻ ദ ടർബൈൻ ഈസ് എലിമിനേറ്റഡ്. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇത് 0.85 അല്ലെങ്കിൽ 85% ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എന്ത് ഉണ്ടാവില്ല, അതിനകത്ത് ഇറോഷനോ കൊറോഷനോ ടർബൈൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി തെർമൽ എഫിഷ്യൻസി ഓഫ് ടർബൈൻ. അതേപോലെ തന്നെ എന്താണ് ടർബൈൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ അടുത്ത പോയിന്റ് വരുന്നത് ഫൈനൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഇംപ്രൂവ്. ദെൻ അടുത്തത് ഇൻക്രീസ് ഇൻ ദി നോസിൽ ആൻഡ് ബ്ലേഡ് എഫിഷ്യൻസി. അപ്പോൾ എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യും, ബ്ലേഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, നോസിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ദെൻ ഔട്ട്പുട്ട് ടർബൈൻ്റെ ഔട്ട്പുട്ട് ആൻഡ് കൊറോഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈനസ് ഫ്രാക്ഷൻ ഇംപ്രൂവ് ചെയ്യും. ഇത്രയാണ് എന്ത് റീഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ദെൻ അടുത്തത് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതാണ് റിക്വയർ മോർ മെയിൻ്റനൻസ്. അപ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് നമുക്കൊരു ഹൈ പ്രഷർ ടർബൈൻ വേണം, പിന്നെന്താണ് ഒരു ലോ പ്രഷർ ടർബൈൻ വേണം. ദെൻ ഇനി സ്റ്റേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ലോ പ്രഷർ ടർബൈൻസ് വേണം. അപ്പോൾ എന്താണ് അതിനനുസരിച്ച് ടർബൈൻസും പൈപ്പിങ്ങും നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താണ് മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. അപ്പോൾ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് മെയിൻ്റനൻസ് കൂടും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദി തെർമൽ എഫിഷ്യൻസി ഈസ് നോട്ട് അപ്രീഷ്യബിൾ ഇൻ കമ്പാരിസൺ ടു ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ റീഹീറ്റിംഗ്. അപ്പോൾ ഈ ഒരു റീഹീറ്റിങ്ങിന് വേണ്ടുന്ന എക്സ്പെൻഡിച്ചർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു എഫിഷ്യൻസി അതായത് ഇതിനകത്ത് വരുന്ന എന്താണ് ഒരു സ്മോൾ ചേഞ്ച് എന്തുണ്ടാവുള്ളൂ, എഫിഷ്യൻസിനകത്ത് വേരിയേഷൻ വരുന്നുണ്ടാവുള്ളൂ. സോ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ വെച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി അപ്രീഷ്യബിൾ അല്ല. അപ്പോൾ ഇതാണ് 2 ഡിസഡ്വാൻറ്റേജ് വരുന്നത് റീഹീറ്റിങ്ങിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇപ്പോൾ തന്നെ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ട്, സോ നമുക്ക് എന്താണ് 2-3 പ്രോബ്ലം ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് മീൻ ടെമ്പറേച്ചർ കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് വരുന്നുണ്ട്. അടുത്തത് റീഹീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഒറ്റ ക്വസ്റ്റ്യനെ ഇതിൽ റീഹീറ്റിൻ്റെ കൊടുത്തിട്ടുള്ളൂ ഈ ഒരു ബുക്കിനകത്ത്. സോൾവ്ഡ് ക്വസ്റ്റ്യൻ, ദെൻ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു ഇതിനകത്തുനിന്ന് ഒരു 2 പ്രോബ്ലം ചെയ്യാം, ദെൻ വേറെ ടെക്സ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 12.3 അതായത് ഇത് പി കെ നാഗിൻ്റെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ആണ്. അതിലെ ചാപ്റ്റർ 12 ആണ്. സോ അതിലെ 3rd ക്വസ്റ്റ്യൻ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എ സൈക്ലിക് സ്റ്റീം പവർ പ്ലാന്റ് ഈസ് ടു ബി ഡിസൈൻ ഫോർ എ സ്റ്റീം ടെമ്പറേച്ചർ അറ്റ് എ ടർബൈൻ ഇൻലെറ്റ് ഓഫ് 360 degree and exhaust pressure 0.08 bar. After isentropic expansion of steam in the turbine, the moisture content at turbine exhaust is not exceed 15%. Determine greatest allowable steam pressure at the turbine inlet and calculate Rankine cycle efficiency for these steam conditions. Estimate also the mean temperature of heat addition. So ഇപ്പോൾ ഇത് എന്താണ് ഒരു സൈക്ലിക് സ്റ്റീം പവർ പ്ലാന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിസൈൻ ചെയ്യണം ഫോർ എ സ്റ്റീം ടെമ്പറേച്ചർ അറ്റ് ദ ടർബൈൻ ഇൻലെറ്റ്. സോ ഇപ്പോൾ ടർബൈൻ ഇൻലെറ്റ് ടെമ്പറേച്ചർ ആണ് കൊടുത്തിട്ടുള്ളത് 360 degree ആൻഡ് എക്സോസ്റ്റ് പ്രഷർ. സോ ഇപ്പോൾ ടർബൈൻ്റെ എക്സോസ്റ്റ് പ്രഷർ ആയിരിക്കും 0.08 bar കൊടുത്തിട്ടുണ്ട്. ടർബൈൻ്റെ അല്ല, കണ്ടൻസറിൻ്റെ എക്സോസ്റ്റ് പ്രഷറാണ് കൊടുത്തത് 0.08 bar. ആഫ്റ്റർ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഓഫ് സ്റ്റീം ഇൻ ടർബൈൻ, ദ മോയ്സ്ചർ കണ്ടൻസ്ഡ് അറ്റ് ദ ടർബൈൻ എക്സോസ്റ്റ് നോട്ട് എക്സീഡ് 15%. അപ്പോൾ എന്താണ് ഇതിനകത്ത് ക്വാളിറ്റി എന്ന് പറയുന്നത് 0.85 ആണ്. ദെൻ ഡിറ്റർമൈൻ ദ ഗ്രേറ്റസ്റ്റ് അലവബിൾ സ്റ്റീം പ്രഷർ. സോ ഇപ്പോൾ ഹൈ പ്രഷറാണ്, അതായത് ഗ്രേറ്റസ്റ്റ് അലവബിൾ സ്റ്റീം പ്രഷർ കാണണം ടർബൈൻ ഇൻലെറ്റിലെ. ആൻഡ് അപ്പോൾ ഗിവൺ ഡാറ്റ തന്നിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ നോക്കാം. അപ്പോൾ ടർബൈൻ്റെ ഇൻലെറ്റ് പ്രഷർ നമുക്ക് തന്നിട്ടുള്ളത്
പ്രഷറിലെ ടെമ്പറേച്ചറാണ് 360 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്. ദെൻ കണ്ടൻസറിൻ്റെ എക്സോസ്റ്റ് തന്നിട്ടുള്ളത് പ്രഷർ 0.08 ബാർ പ്രഷറാണ് തന്നിട്ടുള്ളത്. ദെൻ പമ്പ്, ദെൻ ബോയിലർ. ദെൻ ഇതിനകത്ത് ക്വാളിറ്റി തന്നിട്ടുള്ളത് x2 0.85 ആണ്. ദെൻ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണുന്നത് ഇൻലെറ്റ്, അതായത് അലോവബിൾ ഇൻലെറ്റ് പ്രഷറാണ് ഗ്രേറ്റസ്റ്റ് പ്രഷർ. ദെൻ എന്താ കാണേണ്ടത്, റാങ്കൈൻ സൈക്കിൾ എഫിഷ്യൻസി കാണണം. ദെൻ TM കാണണം, മീൻ ടെമ്പറേച്ചർ കാണണം. അപ്പോൾ നമുക്കെന്താണ് ഈ ഒരു പ്രഷറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ക്വാളിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രോപ്പി എൻതാൽപ്പി എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് S2 is equal to SF2 plus X into SFG2. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 0.08 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SFG, ദെൻ HF. ഈ HFG എന്ത് ചെയ്യുക നമുക്ക് കാണാം. അപ്പോൾ 0.08. ഓക്കെ, അപ്പോൾ 0.08 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി, ദെൻ എൻട്രോപ്പി. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂസ് ജസ്റ്റ് എന്ത് ചെയ്യുക എടുക്കാം. അപ്പോൾ HF വരുന്നത് 173.9 ആണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ HFG വരുന്നത് 2403.2 കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ SF വരുന്നത് 0.593 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദെൻ SFG വരുന്നത് 7.637 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത്രയും വാല്യൂസാണ്. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ S2 നമുക്ക് കണ്ടുപിടിക്കാം. S2 എത്രയായിരിക്കും, S2 ഈസ് ഈക്വൽ ടു S 0.593 പ്ലസ് X എത്രയാണ് 0.85 ആണ്. ദെൻ ഇൻറ്റു 7.637. സോ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര നോക്കാം. സോ അപ്പോൾ 7.0844 വരും. ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അടുത്തത് H2 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് HF2 പ്ലസ് X ഇൻറ്റു HFG. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എത്രയാണ്, 173.9 പ്ലസ് ഈ 0.85 എക്സിൻ്റെ വാല്യൂ ഇൻറ്റു 2403.2 എത്ര വരും നോക്കാം. 173.9 പ്ലസ് 0.85 ഇൻറ്റു 2403.2. അപ്പോൾ 2216.62 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇതാണ് എന്ത് H2 വരുന്നത്. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആണെന്നാണ്. സോ അപ്പോൾ ഈ ഒരു എൻട്രോപ്പി, ഓക്കെ, ഈ ഒരു എൻട്രോപ്പി എന്ത് ചെയ്യുക, നമുക്ക് സ്റ്റീം ടേബിളിൽ ഈ 360 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുള്ള ഒരു 250 മേലെയാണ്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിളിൽ എന്ത് ചെയ്യുക നമുക്ക് നോക്കാം ഈ ഒരു 360ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ വാല്യൂ. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് 350 400 ആണ് എന്ത് ചെയ്യുന്നിട്ടുള്ളതിൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് തന്നിട്ടുള്ളത്. സോ നമുക്ക് 360ക്ക് വരുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. സോ നമ്മുടെ എൻട്രോപ്പി വരുന്നത് 7.08445 ആണ്. സോ ഇപ്പോൾ ഇത് 7.072 ഉണ്ട്, 7.2 എടുക്കുന്നുണ്ട്, ദെൻ 7.01 04 7.1. സോ ഇപ്പോൾ എന്തായിരിക്കും 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, എന്തായാലും ഈ ഒരു റേഞ്ച് 350 to 400 ഇൻ ബിറ്റ്വീൻ ഇവിടെ ആയിരിക്കും എടുക്കുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ 16 ഡിഗ്രിക്കാണ് 7.07 എടുക്കുന്നത്, 15 ഡിഗ്രിക്ക് 7.1 ആണ് വരുന്നത്, ദെൻ 17 ആണെങ്കിൽ 7.04 എടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ പ്രഷറിനനുസരിച്ച് എന്തായിരിക്കും, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എൻട്രോപ്പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മളെന്ത് ചെയ്യുക, ഒരു 16ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 360 ഡിഗ്രിക്ക് വരുന്ന എൻട്രോപ്പി വാല്യൂ എന്താണ് 7.1 എടുത്തു. ദെൻ 17 ബാർ പ്രഷറിന് 360 ഡിഗ്രിക്ക് ടെമ്പറേച്ചർ വരുമ്പോൾ എന്താണ് 7.07 ആണ് വരുന്നത്. സോ ഇപ്പോൾ 7.08 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു 7.1നും 7.07നും ഇൻ ബിറ്റ്വീൻ വാല്യൂ വരുന്നത്.
സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വാല്യൂ വെച്ചിട്ട് പ്രഷർ ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കൊരു 16.52 ആണ് വരുന്നത്. കാണണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 7.088445 ആണ് വരുന്നത്. സോ ഇപ്പോൾ 16.52 എന്നാണ് എന്ത് ചെയ്യുന്നത് എനിക്കൊരു പ്രഷർ വരുന്നത്. സോ ഇപ്പോൾ ഞാൻ ഈ ഒരു വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് S1 = S2 = 7.08445 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദെൻ നമുക്ക് എന്താ ബൈ ഇൻ്റർപോളേഷൻ ഫ്രം സ്റ്റീം ടേബിളിൽ നിന്ന് ഏതാ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 16.52 ബാർ പ്രഷർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ P1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോടൊപ്പം ഫസ്റ്റ് പ്രഷർ മാക്സിമം അലവബിൾ പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദ ഗ്രേറ്റസ്റ്റ് അലവബിൾ സ്റ്റീം പ്രഷർ, അത് നമ്മൾ കണ്ടു. ഇനി വരേണ്ടത് ഡിറ്റർമൈൻ ടർബൈൻ ഇൻലെറ്റ് ആൻഡ് കാൽക്കുലേറ്റ് റാങ്കൈൻ സൈക്കിൾ എഫിഷ്യൻസി കാണണം. ഓക്കെ, ഇനി വേണ്ടത് എന്താണ്, സൈക്കിൾ എഫിഷ്യൻസി കാണണം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് വരക്കാം. സോ ഇപ്പോൾ ഇവിടുത്തെ പ്രഷർ 16.52 ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ദെൻ ഇവിടുത്തെ പ്രഷർ 0.08 ബാർ പ്രഷറാണ്. ദെൻ ഇനി നമുക്ക് കാണേണ്ടത് എന്തൊക്കെയാണ്, ഇപ്പോൾ നമുക്ക് H2 നമുക്കറിയാം, ഇനി H1 കാണണം. സോ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രം സ്റ്റീം ടേബിൾ നമ്മുടെ H1 കാണണം. കറസ്പോണ്ടിങ് ടു P1 = 16.52 ബാർ പ്രഷർ. എഗെയിൻ നമുക്ക് എന്താണ് ഇൻ്റർപോളേഷൻ തന്നെ വേണ്ടി വരും. ഇവിടെ 350 400 ആണ് കിടക്കുന്നത്. പിന്നെ പ്രഷർ ഇതുപോലെ തന്നെ എന്താണ്, നമുക്ക് 16 ഉണ്ട് 17 ഉണ്ട്. 16.52 എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടുന്ന് അഗെയിൻ ഇൻ്റർപോളേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു 350 ഡിഗ്രി സെൽഷ്യസിന് നമ്മുടെ പ്രഷർ 16.52 കറസ്പോണ്ടിങ് എന്തായാലും വരുന്നത് 3145.66 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 400 കണ്ടുപിടിക്കാം. സോ അപ്പോൾ 400 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഒരു 16.52 കറസ്പോണ്ടിങ് എന്തായാലും വരുന്നത് 325422 ആണ്. സോ എന്ത് ചെയ്യും, ഇനി അഗെയിൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 360 ഡിഗ്രിക്ക് എത്ര വേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് 360 ഡിഗ്രിക്ക് 3167.32 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വാല്യൂ എടുക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എന്തായാലും വരുന്നത് 3167.324 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. നമുക്ക് H1 കിട്ടി. ദെൻ H2 നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഡ്രൈനസ് ഫ്രാക്ഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ, H3 ദെൻ H4 വേണം. സോ നമ്മുടെ HF2 ആയിരിക്കും H3 വരുന്നത്. H3 = HF2 ദാറ്റ് ഈസ് 173.9 കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ അടുത്തത് പിന്നെ നമുക്ക് എന്താണ്, H3 ദെൻ H4 - H3 ഇതെന്താണ്, പമ്പ് വർക്കാണ്. അതിന് നമുക്ക് എങ്ങനെ പി ഡെൽറ്റ വി വെച്ച് എന്താണ് V × ഡെൽറ്റ വി വെച്ച് കാണാം. സോ ഇപ്പോൾ VF × P1 - P2 വെച്ച് കാണാം. സോ നമ്മുടെ VF വരുന്നത് എത്രയെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. 0.08 കറസ്പോണ്ടിങ് അതിനകത്ത് 0.08 0.001 ആണ് വരുന്നത്. അപ്പോൾ VF വരുന്നത് 0.001 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ് വരുന്നത്. ദെൻ P1 P2 നമുക്കറിയാം. സോ എന്ത് ചെയ്യുക, H4s മൈനസ് നമുക്ക് എന്താ 173.9 ഈസ് ഈക്വൽ ടു 0.008 ഇൻറ്റു 16.52 - 0.08 ഇൻറ്റു 100. നമുക്ക് എത്ര വാല്യൂ വരുന്നത് നോക്കാം. ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 1.657 ആണ്. 1.657 ഇത്രയും എന്താണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഇനി H4s = 173.9 പ്ലസ് 1.657 എന്ത് ചെയ്യാം, 173.9 ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടും H4s 175.556 എടുക്കാം. ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം. സോ അപ്പോൾ Q1 = H1 - H4s ആണ്.
സോ ഇപ്പോൾ H1ൻ്റെ വാല്യൂ 3167.32 മൈനസ് 175.56. അപ്പോൾ 3167.32 മൈനസ് നമുക്കൊരു 299.76 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ എന്ത് Q1 വരുന്നത്. ഇത് നമുക്ക് എന്താ കാണേണ്ടത്? ടർബൈൻ വർക്ക് കാണണം. WT ഈസ് ഈക്വൽ ടു H1 മൈനസ് H2S ആണ് വരുന്നത്. സോ ഇപ്പോൾ H1ൻ്റെ വാല്യൂ 3167.32 മൈനസ് 2216.262 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. സോ 3167.32 മൈനസ് 2216.6 ഒരു 950.72 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് വരും ടർബൈൻ വർക്ക്. ദെൻ നമുക്ക് W നെറ്റ് കാണാം. അപ്പോൾ എത്ര വരും? 950 മൈനസ് 950.72 മൈനസ് 1.657 ആണ്. മൈനസ് 1.657 നമുക്ക് വരുന്നത് ഒരു 949.06 ആണ് W നെറ്റ് വരുന്നത്. ഇനി കണ്ട എന്താണ് എഫിഷ്യൻസി. സോ ഈറ്റ റാങ്കൈൻ ഈക്വൽ ടു W നെറ്റ് ബൈ Q1 which is equal to W നെറ്റ് 949.06 ഡിവൈഡഡ് ബൈ നമ്മുടെ Q1 വരുന്നത് 299.17 ആണ്. 299.1.76 ആണ് വരിക. ജസ്റ്റ് നമുക്ക് എന്താണോ ഒന്നും കൂടി നോക്കാം. 3167.32 മൈനസ് 175.56 നമുക്ക് 299.1.76 ആണ് വരുന്നത്. സോ ഇനി എന്ത് ചെയ്യുക? 950 അല്ല 949.06 ഡിവൈഡ് ബൈ നമുക്ക് വരുന്നത് 0.317 ആണ്. അപ്പോൾ നമുക്കൊരു 31.7%. ഓക്കെ, ഇത്രയാണ് എന്ത് റാങ്കൈൻ എഫിഷ്യൻസി വരുന്നത് ഈ ഒരു കേസിൽ. അപ്പോൾ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്താണ്. നമുക്ക് ടി മീനാണ് കാണേണ്ടത്. സോ നമുക്ക് Q1 ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? H1 മൈനസ് H4S ഈസ് ഈക്വൽ ടു TM ഇൻറ്റു S1 മൈനസ് S4S ആയിരുന്നു. സോ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം ഇതിൽ? ഈ രണ്ട് വാല്യൂസ് അറിയാം. സോ നമുക്ക് TM ഈസ് ഈക്വൽ ടു H1 മൈനസ് H4S ഡിവൈഡഡ് ബൈ S1 മൈനസ് S4S. ഓക്കെ, ഈ വാല്യൂസ് H1 മൈനസ് H4S എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഈ ഒരു വാല്യൂ ആണ്, ഹീറ്റ് ആയിട്ടാണ്. അത് 299.76 ഡിവൈഡഡ് ബൈ ഈ S1 മൈനസ് S4 എന്ന് പറയുമ്പോൾ S1ൻ്റെ വാല്യൂ വരുന്നത് 7.08445 ആണ്. മൈനസ് 0.593 ആണ് തോന്നുന്നുണ്ട്. ഓക്കെ, 593 ആണ് വരുന്നത്. വാല്യൂ എത്ര നോക്കാം. സോ 299.1.76 ഡിവൈഡ് ബൈ 7.08445 മൈനസ് 0.593 നമുക്ക് വരുന്ന ഒരു 460.877 ആണ്. സോ ഇപ്പോൾ ഇത് കെൽവിനാണ് വരുന്നത്. സോ ഇപ്പോൾ ക്യൂവിൻ്റെ ഇപ്പോൾ ഡെൽറ്റ എച്ച്, അതായത് എച്ചിൻ്റെ യൂണിറ്റ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാമും എസിൻ്റെ വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനുമാണ്. സോ നമുക്ക് കെൽവിൻ ടെമ്പറേച്ചറാണ് വരുന്നത്. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാം. അപ്പോൾ നമുക്കൊരു 187.87 അല്ലെങ്കിൽ 88 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരുന്നത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് റീഹീറ്റ് സൈക്കിളിൻ്റെ ഒരു പ്രോബ്ലമാണ്. സോ അപ്പോൾ ഇത് നേരത്തെ ടെക്സ്റ്റ് തന്നെയാണ്. PK നാഗിൻ്റെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ഇതിലെ 12th ചാപ്റ്ററാണ്.
ഫോർത്ത് എഡിഷൻ ബുക്കാണ്. A steam power station uses the following cycle: steam at boiler outlet 150 bar and 550 degrees Celsius, reheat at 40 bar to 550 degrees Celsius, condenser at 0.1 bar, using Molière chart and assuming ideal processes. Find quality at turbine exhaust, cycle efficiency, steam rate. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കാം. A steam power station using following cycle. അപ്പോൾ ഇതിൽ സ്റ്റീം അറ്റ് ബോയിലർ ഔട്ട്ലെറ്റ്, അപ്പോൾ ബോയിലറിൻ്റെ ഔട്ട്ലെറ്റിലെ സ്റ്റീം എന്ന് പറയുന്നത് എത്രയാണ്, 150 ബാർ പ്രഷറും 550 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുമാണ് വരുന്നത്. റീഹീറ്റ് അറ്റ് 40 ബാർ. സോ ഇപ്പോൾ റീഹീറ്റ് വരുന്നത് 40 ബാർ പ്രഷറാണ്. സോ അപ്പോൾ റീഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഫീഡ് ബോയിലറിൽ ഫീഡ് കൊടുത്ത് അഗൈൻ അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, റീഹീറ്റിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ 40 ബാർ പ്രഷറും 550 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും തന്നെയാണ് വരുന്നത്. ദെൻ കണ്ടൻസർ പ്രഷർ വരുന്നത് 0.1 ആണ്. സോ ഇതിനെ നമുക്ക് PC എന്ന് എടുക്കാം, കണ്ടൻസർ പ്രഷർ. ദെൻ യൂസിങ് Molière chart and assuming ideal processes, finding quality. സോ ക്വാളിറ്റി ടർബൈൻ എക്സോസ്റ്റ്. Then cycle efficiency. So cycle efficiency, cycle. Then steam rate. ഇത്രയാണ് കാണേണ്ടത്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് TS ഡയഗ്രം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എത്രയാണ്, 150 ബാർ പ്രഷറാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്, 550 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടർബൈൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടൻസ് ചെയ്തു. ദെൻ അടുത്തത് റീഹീറ്റിംഗ് ആണ്. റീഹീറ്റിങ്ങിൽ വരുന്നത് എന്താണ്, സോ ഇത് കോൺസ്റ്റൻറ്റ് ഐസെൻട്രോപ്പിക് ലൈനാണ്. ദെൻ ഇത് എത്രയാണ്, 550 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ തന്നെയാണ് വരുന്നത്. പക്ഷേ പ്രഷർ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്, 40 ബാർ പ്രഷറാണ്. ദെൻ നമ്മളോട് ക്വാളിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്തായിരിക്കും, സോ ഇപ്പോൾ ഈ ഒരു പ്രഷർ 0.1 ബാർ പ്രഷറാണ് കണ്ടൻസർ ഔട്ട്ലെറ്റിൽ പറയുന്നത്. ദെൻ അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇത് TS ഡയഗ്രാം. ദെൻ നമ്മളോട് Molière ഡയഗ്രാം യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഐഡിയൽ പ്രോസസ്സ് അസ്യൂം ചെയ്യാനും. ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓക്കെ. അപ്പോൾ 1 2S, ദെൻ 3 4S, ദെൻ 5 6. ഇപ്പോൾ Molière ചാർട്ട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അത്രയും സൈസ് ഉണ്ട്. സോ ഇപ്പോൾ ഇത് വരുന്നത് ഇതാണ് നമ്മുടെ, സോ ഇപ്പോൾ ഈ കാണുന്നതാണ് എന്ത്, നമ്മുടെ 150 ഡിഗ്രിയുടെ 150 ബാർ പ്രഷർ ലൈൻ വരുന്നത്, കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ വരുന്നത്. ദെൻ ഈ ഒരു ലൈനാണ് എന്ത്, നമ്മുടെ 550 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈൻ വരുന്നത്. സോ ഇപ്പോൾ ഇവരെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഈ ഒരു 550 ഡിഗ്രി, അതേപോലെ തന്നെ നമ്മുടെ 150 ബാർ പ്രഷറും ഓക്കെ ഈ ഒരു പോയിൻ്റാണ് വരുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ എന്താൽപ്പി എന്താണെന്ന് നോക്കാം, കറസ്പോണ്ടിങ് വാല്യൂ. സോ ഇപ്പോൾ അത് നമുക്ക് വരുന്നത് ഒരു 3400ഉം 3500നും ഇൻ ബിറ്റ്വീനാണ്. ഒരു 3450ൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂ എടുക്കുക. ഞാനൊരു H1 = ഒരു 3450 എടുക്കുകയാണ്. സോ ഇപ്പോൾ ഇതെന്തായാലും അത്ര അക്യുറേറ്റ് ആവില്ല, kJ/kg. ദെൻ ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഇവർ എടുത്തിട്ടുള്ള വാല്യൂ 3465 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടേബിൾ വാല്യൂ കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ഈ പ്രോബ്ലം ഒന്നുകൂടി ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇവർ ഇതിനകത്ത് Molière ചാർട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചാർട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അടുത്തത് എന്താണ്, H2S കാണണം. സോ 2S എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെ 550 ഡിഗ്രി സെൽഷ്യസിനും ദെൻ 150 ബാർ പ്രഷർ ലൈനിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ എന്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എന്താൽപ്പി വാല്യൂ വരുന്നത് നമുക്കൊരു 3400-500ൻ്റെ ഇടയിലാണ് എടുക്കുന്നത്. ദെൻ വാല്യൂ ഏകദേശം ഒരു 450-460ക്ക് ഇടയിലാണ് എന്ത് ചെയ്യുന്നത് വാല്യൂ വരുന്നത്. ഓക്കെ,
അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 450 300 ആൻഡ് 450 ആയിട്ട് ഞാൻ എടുക്കണ വാല്യൂ. ദെൻ ഇനി എന്താണ്, ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐസെൻട്രോപ്പിക് ലൈൻ, ആ ഒരു ലൈനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ എൻട്രോപ്പി നമുക്ക് സ്പെസിഫിക് എൻട്രോപ്പി നമുക്കൊരു 6.45 ആയിട്ട് എടുക്കാം. നമുക്ക് കാണേണ്ട എന്താണ്, പ്രോസസ്സ് നമുക്ക് ഐഡിയൽ പ്രോസസ്സായിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അസ്യൂം ചെയ്യാൻ. സോ ഇപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു ഐസെൻട്രോപ്പിക് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ 40 ബാർ പ്രഷർ, ഓക്കെ, ആ ഒരു ലൈൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 40 ബാർ പ്രഷർ ലൈൻ പോകുന്നത് ഈ ഒരു ലൈനാണ്, ഈ ഒരു ലൈനാണ് വരുന്നത്. സോ ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഐസെൻട്രോപ്പിക് ലൈൻ, അതായത് ഇവിടെ എന്തായാലും ഐസെൻട്രോപ്പിക് പ്രോസസ് ആയിരിക്കുമല്ലോ. സോ ഇപ്പോൾ ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് വരുന്നത് 3000-നും 3100-നും ഇൻ ബിറ്റ്വീനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു ലൈൻ പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താണ്, ഒരു 3050 ആയിട്ട് എടുക്കാം. ഇനി അടുത്ത് വേണ്ടത് ഈ ഒരു 40 ബാർ പ്രഷർ ലൈനും 550 ഡിഗ്രി സെൽഷ്യസും എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ 550 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈൻ ഇതാണ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ. ഓക്കെ, അപ്പോൾ 550 ഡിഗ്രി സെൽഷ്യസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും ദെൻ 40 ബാറിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇതിൽ ഒരു 7.2 ആണ് ഇവിടുത്തെ എൻട്രോപ്പി വരുന്നത്. ദെൻ എൻതാൽപ്പി വരുന്നത്, എൻതാൽപ്പി എത്രയായിരിക്കും, പ്യുവർ ലൈൻ കിടക്കുന്നത് 3500-നും 600-നും ബിറ്റ്വീൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു 3568 ഞാൻ എടുക്കുകയാണ്. സോ ഇനി എന്താണ്, ഇതൊരു ഐസെൻട്രോപ്പിക് പ്രോസസ് ആയിരിക്കും, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. ഈ ഒരു 7.2-ൽ സോ ഇതാണ് നമ്മുടെ 0.1-ൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ, ഇതാണ് 7.2 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് ലൈൻ. സോ ഇപ്പോൾ ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, ഇവിടുത്തെ കറസ്പോണ്ടിങ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു 2300-ന് താഴെയാണ് കിടക്കുന്നത്, ഒരു 2298 ഞാൻ എടുക്കുകയാണ്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ കറസ്പോണ്ടിങ് വാല്യൂസൊക്കെ ജസ്റ്റ് ഇതിനകത്തൊന്ന് മാർക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഇത് നമ്മുടെ 150 ബാർ പ്രഷറും ദെൻ നമ്മുടെ 550 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ദെൻ അടുത്തത് ഇതെന്താണ്, ഇത് നമ്മുടെ ഐസെൻട്രോപ്പിക് ലൈനാണ്. ഈ ഒരു ഐസെൻട്രോപ്പിക് ലൈനിൽ 40 ബാർ പ്രഷർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അടുത്തത് എഗെയിൻ നമുക്ക് എന്താണ്, നമ്മുടെ 40 ബാർ പ്രഷർ ലൈനും ഈ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ 550 ഡിഗ്രി സെൽഷ്യസിൻ്റെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനും 40 ബാർ പ്രഷറിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എടുക്കണം. ദെൻ അടുത്തത് വേണ്ടത് ഐസെൻട്രോപ്പിക് പ്രോസസ് ആയിരിക്കും, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ ഈ ഒരു ഐസെൻട്രോപ്പിക് ഇതെന്താണ്, ഇത് 7.2 ആണ്. ഞാൻ നേരത്തെ ഈ ഒരു ലൈൻ എടുത്തത് 6 എത്രയായിരുന്നു 45 ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ഐസെൻട്രോപ്പിക് വാല്യൂ. ദെൻ അപ്പോൾ ഈ ഒരു ലൈനിൽ എന്താണ്, ഇനി നമ്മുടെ 0.1 ബാർ, ഓക്കെ, 0.1 ബാറിൻ്റെ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലെ വാല്യൂ. സോ നമുക്ക് ഈ വാല്യൂ കിട്ടിയിട്ടുള്ളത് 2290 എന്നാണ്. ദെൻ ഈ ഒരു വാല്യൂ നമ്മൾ എടുത്തിട്ടുള്ളത്, ഈ ഒരു പോയിന്റിലെ വാല്യൂ എത്രയാണ്, 3560 എന്നാണ് എടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു വാല്യൂ നമ്മൾ എടുത്തിട്ടുള്ളത് 3050 എന്നാണ്. ദെൻ ഈ ഒരു വാല്യൂ നമ്മൾ എടുത്തിട്ടുള്ളത് 3000 എത്രയായിരുന്നു 450. ഫ്രം മൊല്ലിയർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിൽ ക്വാളിറ്റി വരുന്നത് 0.7 എടുക്കാം നമുക്ക്, സോറി 0.7 അല്ല 0.8 അപ്പോൾ ഇത് നമുക്ക് 0.85 ആണ് വരുന്നത്. ദെൻ ഇതാണ് നമ്മുടെ 7.2 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് ലൈൻ. ദെൻ നമ്മുടെ 0.1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ ഇതാണ്. സോ ഇപ്പോൾ ഇത് നമുക്കൊരു 85868 എത്ര വരും, ഇതിന് നമുക്കൊരു 8687 ഒരു 88-ന് താഴെ വരുന്നുണ്ട്. നമുക്കൊരു 88 തന്നെ എടുക്കാം. ഇതാണ് നമ്മുടെ X4 വരുന്നത്, അല്ലെങ്കിൽ ഓക്കെ X4 തന്നെ എടുക്കാം നമുക്ക്.
അപ്പോൾ നമ്മൾ ഇത് കാണാൻ പറഞ്ഞിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് ദി ടർബൈൻ എക്സോസ്റ്റ്, അത് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് എന്താണ്, ക്വാളിറ്റി സൈക്കിൾ എഫിഷ്യൻസി അടുത്ത് കാണണം. ഇപ്പോൾ സൈക്കിൾ എഫിഷ്യൻസി കാണണമെങ്കിൽ എന്ത് വേണം, നമുക്ക് Q1 അറിയണം, ദെൻ W നെറ്റ് അറിയണം. നമുക്ക് എന്താണ് WT എടുക്കാം. ടർബൈൻ വർക്ക് എന്താണ് വരുന്നത്, ഈ വാല്യൂ, അതായത് H1 മൈനസ് H2S പ്ലസ് H3 മൈനസ് H4S. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ വാല്യൂ അറിയാം, H1 അറിയാം, H2S അറിയാം, H3 അറിയാം, H4S അറിയാം. സോ അപ്പോൾ ഈ ഒരു വാല്യൂ ഇതൊരു 60 എടുക്കാം, നമുക്ക് ഒരു 15 എബവ് വരുന്നുണ്ട്. ഈ ഒരു 3460 എന്ന് ഞാൻ എടുക്കുന്നുണ്ട്. സോ H1ൻ്റെ വാല്യൂ 3460 മൈനസ് 2S വരുമ്പോൾ ഒരു 3050, ദെൻ പ്ലസ് ഈ H3യുടെ വാല്യൂ 3560 മൈനസ് ഈ H4Sൻ്റെ വാല്യൂ 2290. ഇതാണ് എന്ത് നമ്മുടെ ടർബൈൻ വർക്ക് വരുന്നത്, അല്ലെങ്കിൽ ടർബൈൻ ഔട്ട്പുട്ട് വരുന്നത്. ഒരു 1680 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് നമ്മുടെ ടർബൈൻ ഔട്ട്പുട്ട് വരുന്നത്. പമ്പ് വർക്ക് നമുക്ക് എങ്ങനെ തന്നെ കാണാം, വി ഡെൽറ്റ പി വെച്ച് തന്നെ കാണാം. WP VF2 ഇൻറ്റു, നമുക്ക് VF2 എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇത് എത്രയാണ്, 3 കഴിഞ്ഞ് 4, അപ്പോൾ VF4 എന്ന് പറയേണ്ടി വരും, ഇൻറ്റു P1 മൈനസ് P2 ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൽ P1 വരുമ്പോൾ നമുക്ക് എത്രയാണ്, 150 ബാർ പ്രഷറും മൈനസ് 0.1 ഇൻറ്റു VFൻ്റെ വാല്യൂ 0.001 ആണ് വരുന്നത്, ഇൻറ്റു 100 = നമുക്ക് എത്ര വരും നോക്കാം. 150 മൈനസ് 0.1 ഇൻറ്റു 100 ഇൻറ്റു 0.00101, ഒരു 15.14 എന്ന് വരും. ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് പമ്പ് വർക്ക് കിട്ടി. ഇനി എന്താണ്, ഇനി നമുക്ക് HF4 നമുക്ക് എന്താണ്, സ്റ്റീം ടേബിളിൽ നിന്ന് നമുക്ക് ഈ വാല്യൂ എടുക്കാം. ഒരു 191.82 വരുന്നുണ്ട്, 191.82 ആണ് വരുന്നത്. ദെൻ സോ ഇപ്പോൾ നമുക്ക് HF5 ആണ് ഈ പോയിൻറ്റും. ദെൻ നമുക്ക് വേണ്ടത് H6S മൈനസ് H5 ആണ് WP വരുന്നത്, = അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്താണ്, നമുക്കിപ്പോൾ ഇതറിയാം, H5 അറിയാം, ദെൻ H6S അറിയില്ല, ദെൻ ഈ വാല്യൂ WP അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുക, H6S WP പ്ലസ് H5, വാല്യൂ വരുന്നത് 115.14 പ്ലസ് 191.8 ആണ്. സോ അതിൻ്റെ വാല്യൂ വരുന്നത് H6S 206.94 എന്ന് വരും, കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇനി എഫിഷ്യൻസി, സൈക്കിൾ എഫിഷ്യൻസി വരുന്നത് എന്തായിരിക്കും, W നെറ്റ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ആഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, Q1 കാണണം. അപ്പോൾ Q1 എന്തായിരിക്കും, ഹീറ്റ് അഡീഷൻ വരുന്നത് എവിടെയൊക്കെയാണ്, നമുക്ക് ഈ ഒരു 1 to 6S, അപ്പോൾ H1 മൈനസ് H6S പ്ലസ്, പിന്നെ അവിടെ ഹീറ്റ് അഡീഷൻ വരുന്നത് നമ്മുടെ ഈ ഒരു 2S to 3. ഓക്കെ, അപ്പോൾ നമുക്ക് H3 മൈനസ് H2S. സോ ഇതാണ് എന്ത് നമ്മുടെ ടോട്ടൽ ഹീറ്റ് അഡീഷൻ വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് H6 നമുക്ക് എത്രയാണ്, 206.94 ആണ്. H1ൻ്റെ വാല്യൂ നമുക്ക് 3460 ആണ്, പ്ലസ് H3യുടെ വാല്യൂ 3560 ആണ്. ദെൻ H2S വരുന്നത് എത്രയാണ്, 30550 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. അപ്പോൾ 3460 മൈനസ് 2069 ആണ്, പ്ലസ് 3560 മൈനസ് 3050 വരുന്നത് 3763.1 ആണ്. Q വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഇനി ഈറ്റ =
നമുക്ക് പമ്പ് വർക്ക് വരുന്നത് ടർബൈൻ വർക്ക് WT മൈനസ് WP ഡിവൈഡ് ബൈ Q1 ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്താണ് ടർബൈൻ വർക്ക് 1680 മൈനസ് WP വരുന്നത് 206 ആണ്. നമുക്ക് എത്രയാണ് പമ്പ് വർക്ക് വരുന്നത് 15.14 ആണ് ഡിവൈഡഡ് ബൈ Q1 ഇപ്പോൾ എത്രയാണ് 3763.1 ആണ് വരുന്നത്. വാല്യൂ എത്രയാവും നോക്കാം. 1680 മൈനസ് 15.14 ഡിവൈഡ് ബൈ 3763 0.442 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 44.2% ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ആൻസർ വരുന്നത് ഒരു 43.9 ആണ്. ദെൻ വേറൊരു ടെക്സ്റ്റിനകത്ത് വാല്യൂ വരുന്നത് എഫിഷ്യൻസിയുടെ വാല്യൂ വരുന്നത് ഒരു 44.05 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ എന്താണ്, ഒരു അടുത്ത വാല്യൂ തന്നെ കിട്ടിയില്ലെന്ന് പറയാം. നമ്മൾ മൊല്ലിയർ ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് വാല്യൂസ് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കാൽക്കുലേഷൻ കുറവാണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നില്ല. ഒരു 5 ഒരു 10 ഒക്കെ എന്താണ് വ്യത്യാസം വരുന്നുണ്ട്. അടുത്ത പറഞ്ഞിട്ടുള്ളത് സ്റ്റീം റേറ്റ് ആണ്. സോ സ്റ്റീം റേറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 3600 ഡിവൈഡഡ് ബൈ WT മൈനസ് WP എന്ന് എഴുതാം. സോ ഇപ്പോൾ നമുക്ക് 3600 ഡിവൈഡ് ബൈ നമ്മുടെ WT വരുന്നത് 1680 ആണ് മൈനസ് 15.14 ആണ് നമ്മുടെ പമ്പ് വർക്ക് വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. 1680 മൈനസ് 15.14 ഒരു 2.16 ആണ് ഇത് സ്റ്റീം റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് kg/kWh ആണ്. അപ്പോൾ റീഹീറ്റ് സൈക്കിളിൻ്റെ വാല്യൂസ് എങ്ങനെ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യുക, മൊല്ലിയർ ചാർട്ട് യൂസ് ചെയ്യുന്നത്, മൊല്ലിയർ ചാർട്ടിൽ എന്ത് ചെയ്യുക, നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് എന്ത് നമ്മുടെ ടർബൈനിലെ ഇൻലെറ്റ് പ്രഷർ ലൈൻ വരുന്നത്, ഇതാണ് നമ്മുടെ റീഹീറ്റ് പ്രഷർ വരുന്നത്, ഇതാണ് നമ്മുടെ കണ്ടൻസർ പ്രഷർ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ഫസ്റ്റ് എന്താണ് നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ വെച്ചാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ തന്നിട്ടുണ്ട്. എത്രയാണ്, ഒരു 150 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത് ടർബൈൻ ഇൻലെറ്റ് പ്രഷർ. ദെൻ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ 550 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്. സോ അപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ കറസ്പോണ്ടിങ് അതായത് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എടുക്കുക, മൊല്ലിയർ ഡയഗ്രത്തിൽ നിന്ന് HS ചാർട്ടിൽ നിന്ന് എടുക്കുക. ദെൻ ഒരു കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ഐസെൻട്രോപ്പിക് ലൈൻ വരയ്ക്കുക. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഐഡിയൽ പ്രോസസ്സ് അസ്യൂം ചെയ്യാൻ. സോ കോൺസ്റ്റൻറ്റ് ഐസെൻതാൽപിക് പ്രോസസ്സ് എടുക്കുക. ദെൻ ഈ ഒരു ഐസെൻട്രോപ്പിക് ലൈനിൽ ആരാണ് നമ്മുടെ അടുത്ത റീഹീറ്റ് പ്രഷർ. ഓക്കെ, 40 ബാർ പ്രഷറാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഈ ഒരു 40 ബാർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് എൻതാൽപ്പി വാല്യൂ എടുക്കുക. ദെൻ ഇനി എന്താണ് അടുത്തത്, റീഹീറ്റിംഗ് ആണ്. സോ റീഹീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത് എത്രയാണ്, 550 ഡിഗ്രി സെൽഷ്യസിലേക്ക് തന്നെയാണ് 40 ബാർ. അപ്പോൾ ഇവിടെ ചെയ്തതുപോലെ 150 ബാറും 550 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുത്ത പോലെ 40 ബാർ പ്രഷർ ലൈനും 550 ഡിഗ്രി സെൽഷ്യസിൻ്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി വാല്യൂ എടുക്കുക. ദെൻ അടുത്തത് എന്താണ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. എന്ത് ചെയ്യുക, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ആ ലൈനിൽ ഐസെൻട്രോപ്പിക് ലൈനും നമ്മുടെ 0.1 ബാർ പ്രഷറും കണ്ടൻസർ പ്രഷറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക, കറസ്പോണ്ടിങ് എൻതാൽപ്പി വാല്യൂ എടുക്കുക. ഓക്കെ, ദെൻ റിമൈനിങ് ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റീം ഡബിൾ യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഇനി ക്വാളിറ്റി എന്താണ്, ഇതിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൽ കൂടെ തന്നെ ക്വാളിറ്റിയിൽ അതായത് ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻസ് കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിന്റ്, ഓക്കെ, ഈ ഒരു ഐസെൻട്രോപ്പിക് ലൈന് എന്താണ്, ഈ ഒരു ഐസെൻട്രോപ്പിക് ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈനിൻ്റെ വാല്യൂ എടുക്കുക. ഓക്കെ, അങ്ങനെ ഡ്രൈനസ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ വാല്യൂ എടുത്തിട്ടുള്ളത്. അതൊരു 150ക്കും അതേ